പിശാചെ കെട്ടടിച്ചു വിട്ട അതീവ ഗൗരവമുള്ള 3 പരീക്ഷണങ്ങളാണ്. ഒന്നാമത്തത്, കല്ലിനോട് അപ്പമാകാൻ പറ. യേശുവിന്റെ മറുപടി, ഇത് വയറ് നിറയ്ക്കാൻ ഇറങ്ങിയ തലമുറയല്ല, ഇത് വചനം കേട്ട് സ്വർഗത്തിൽ പോകാൻ ഇറങ്ങിയ തലമുറയാണ്. നിങ്ങളുടെ സ്വന്തമായിട്ട് ആമേൻ ഇല്ലെങ്കിൽ ഒരെണ്ണം വായ്പയെങ്കിലും മേടിച്ചു പറ. ഹല്ലേലൂയ. ചിലരുടെ ഈ സാധനം ഇല്ലെന്ന് എനിക്ക് ഉറപ്പായിട്ട് പറയാം. വായ്പയെങ്കിലും മേടിച്ചു പറഞ്ഞാൽ നല്ല കാര്യമാണ്. ആമേനല്ലേ. ഇനി നിങ്ങളൊരു ഗ്ലോറി പറഞ്ഞുകൊണ്ട് നാളെ ഞാൻ സെൻട്രൽ പാസ്റ്റർ ആകുമെന്ന് ആരും പേടിക്കണ്ട. ആകാൻ പോകുന്നില്ല. നിങ്ങളവിടെ ചുമ്മാ ഇരുന്ന പിന്മാറ്റത്തിൽ പോകാനും ഞാൻ തീരുമാനിച്ചിട്ടില്ല. അത്രയും കാര്യം. അതുകൊണ്ട് ദൈവമക്കളുടെ ഏറ്റവും കുറഞ്ഞ യോഗ്യത വചനം കേൾക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതാണ്. അത് പാസ്റ്റർ എന്നില്ല, വിശ്വാസി എന്നില്ല, രാജാവെന്നില്ല, പ്രജയെന്നില്ല. ദൈവത്തിന്റെ മഹത്വം ഇറങ്ങിയപ്പോൾ രാജവസ്ത്രം അഴിച്ചു വെച്ച് റോട്ടിൽ നിന്ന് ആരാധിക്കാൻ ദാവീദിന് ആരോഗ്യമുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ ഒരുത്തനും ഈ യോഗത്തിൽ കയറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ രാത്രി പിശുക്ക് കൂടാതെ കർത്താവിനെ ആരാധിക്കാൻ ആ കൈ ഉയരുമെങ്കിൽ ആ കൈ ഒന്ന് ഉയർത്തിക്കൊണ്ട് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പണ്ട് ഞങ്ങളുടെ ഒരു പാസ്റ്റർ ക്ഷീണം വന്നപ്പോൾ പറഞ്ഞു, എനിക്ക് ക്ഷീണമായതുകൊണ്ട് ഞാൻ ഇരുന്ന് പ്രസംഗിക്കുക. അന്നേരം സെക്രട്ടറി പറഞ്ഞു, എന്നാൽ പിന്നെ ഞങ്ങൾ കിടന്ന് കേട്ടോളാം എന്ന് പറഞ്ഞു. അപ്പൊ ഇരുന്ന് പ്രസംഗിക്കുന്ന ഉപദേശിക്ക് കിടന്ന് കേൾക്കുന്ന വിശ്വാസി, അതാ കണക്ക്. അപ്പൊ ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ ആരാധിച്ചില്ലേലും ഞങ്ങൾ സെൻട്രലിലുള്ള ഉപദേശിമാർ 4 സ്തോത്രം പറയും. നിങ്ങൾ കണ്ടോണം. ഹല്ലേലൂയ. ഞങ്ങൾ ഇന്ന് 2 എണ്ണം പറഞ്ഞിട്ടേ വീട്ടിൽ പോകത്തുള്ളൂ. പോട്ടെ, നമുക്ക് ദൂതിന്റെ ഗൗരവത്തിലേക്ക് വരാം. എങ്ങനെയെങ്കിലും ഒക്കെ 4 സ്തോത്രം വരണ്ടേ. ഹല്ലേലൂയ. ആമേൻ. പോട്ടെ, 3 പരീക്ഷകൾ. 1, കല്ലിനോട് അപ്പമാകാൻ പറ. യേശു പറഞ്ഞത് തിന്നാൻ ഇറങ്ങിയ കൂട്ടരല്ല, വയറ് നിറയ്ക്കാൻ ഇറങ്ങിയവരല്ല. ഞങ്ങളുടെ ലക്ഷ്യം വചനത്തെ വട്ടം പിടിച്ച് സ്വർഗത്തിൽ പോവുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഞാൻ ഒരിക്കൽ കൂടെ എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട്, എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയാ, രക്ഷിക്കപ്പെട്ടത്, സ്നാനപ്പെട്ടത്, മറുഭാഷ പറഞ്ഞത്, കൈയടിച്ചത്, നാട് വിട്ട് വീട് വിട്ട് നാമധേയ കൂട്ടം വിട്ട് കൂട്ടരെ വിട്ട് കുടുംബക്കാരെ വിട്ട് അപമാന രാഗങ്ങളിലൂടെ വേദനകളുടെ ശരശയ്യയിലൂടെ ഞങ്ങൾ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയത് വീട് വെക്കാനല്ല, കൊച്ചിനെ കെട്ടിക്കാനല്ല, റബ്ബർ തോട്ടം മേടിക്കാനല്ല, ഇവിടെ മിടുക്കാൻ കളിക്കാനല്ല. ഞങ്ങൾ ഇറങ്ങിയത് നിത്യത പോകാനാ. ഹല്ലേലൂയ. ആമേൻ. ഇറങ്ങിയത് നിത്യത പോകാനാണ്. ഹല്ലേലൂയ. നിങ്ങൾ അപ്പോസ്തലനായ പൗലോസിന്റെ പ്രൗഢഗംഭീരമായ 4 പ്രാർത്ഥനകൾ ലേഖനങ്ങളിലുണ്ട്. 4 കൂടെ വിശദീകരിച്ചാൽ ഇതുപോലെ 4 സെൻട്രൽ കൺവെൻഷൻ തികയേല. ആമേൻ. ഞാനത് ഒരു വാക്ക് മാത്രം പറയാം. കേസ്തർ നദിയുടെ തീരത്ത് ആകാശത്തെ മുട്ടി നിൽക്കുന്ന പുരാതീനമായ ഒരു അന്ധകാര പട്ടണത്തിൽ നഗ്നപാതനായി പൗലോസ് ചെല്ലുകയാ. അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങൾ കൂടെ സഞ്ചരിച്ച് എഫേസോസിലെത്തിയെന്നാണ് വചനം. അവിടെ പൗലോസിന്റെ 1ാമത്തെ പ്രാർത്ഥന ഇങ്ങനെയാണ്, അവന്റെ വിളിയാലുള്ള ആശ. കേട്ടവൻ എത്ര പേരുണ്ട്? അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലവത്വത്തിന്റെ വ്യാപാരത്തിൽ വിശ്വസിക്കുന്ന എന്ന് പറഞ്ഞാൽ 1ാമത്തെ പ്രാർത്ഥന അവന്റെ വിളിയാലുള്ള ആശ. അതിന്റെ മലയാളം പറയാം. അവൻ ഞാൻ ദൈവത്തെ കണ്ടുപിടിച്ചത് എന്റെ ആവശ്യത്തിന് വേണ്ടിയല്ല, മറിച്ച് ദൈവത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ദൈവം എന്നെ കണ്ടുപിടിച്ചതാ. അങ്ങനെ തന്നെ ബൈബിൾ പറഞ്ഞു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല. നിങ്ങൾ എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തവരല്ല, ഞാനാണ് നിങ്ങളെ. എത്ര പേര് സന്തോഷത്തോടെ ആമേൻ? അതല്ലേ കുഞ്ഞുച്ച പാട്ടുപാടിയത്, തേടി വന്നു ദോഷിയ എന്ന് അല്ലേ? ഓ ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തേനിക്കായി, ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തേനിക്കായി, മന്നവ വർണ്ണിപ്പാൻ എഴുതല്ല എനിക്ക്.
ഓ മന്നവ വർണ്ണിപ്പാൻ എളുതല്ല എനിക്ക്. തേടി വന്നോ ദോഷിയാ എന്നെയും നാഥ. കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചു. തേടി വന്നോ ദോഷിയാമെന്നെയും. ഓ ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തെനിക്കായി. ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തെനിക്കായി. മന്നവ വർണ്ണിപ്പാൻ എളുതല്ല എനിക്ക്. മന്നവ വർണ്ണിപ്പാൻ എളുതല്ല എനിക്ക്. തേടി വന്നോ ദോഷിയാമെന്നെയും നാഥ. തേടി വന്നോ ദോഷിയാ എന്നെയും. ചേർന്ന കരമുയർത്തി നല്ല ശക്തിയോടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. നാം കർത്താവിനെ കണ്ടുമുട്ടിയത് കൂടാരമായ ഈ ഭൗമ ഭവനമഴിഞ്ഞു വീഴും. ഈ ഭൂമി പൊടുപൊട പൊട്ടും കിറുകിറ കീറും മത്തനെ പോലെ ചാഞ്ചാടും. ആമെ കട്ടുണ്ടാക്കിയതും നട്ടുപിടിച്ചതും ആമെ നട്ടുപിടിപ്പിച്ചതും വെട്ടിപ്പിടിച്ചതുമെല്ലാം ഈ മണ്ണിൽ ഉപേക്ഷിച്ചിട്ട് ഇതെല്ലാം കൂടെ തകർന്നു മുടിയുമ്പോൾ മാനവകുലം ഇവിടുന്ന് മാറ്റപ്പെടുമെന്ന്. വന്ന വൈറസ് 7 ആണെങ്കിൽ ഇനി വരാൻ പോകുന്ന വൈറസ് 300 എണ്ണമാണ്. വന്ന ഭൂകമ്പം 6.6 ആണെങ്കിൽ വരാൻ പോകുന്നത് 8.6 ആണ്. മനുഷ്യന്റെ ഇമ്മ്യൂണിറ്റി തകരുകയാണ്. മനുഷ്യൻ നടന്നു പോകുമ്പോൾ അവന്റെ ശരീരം അഴുകി ഒഴുകുന്ന ഗതികെട്ട അസുഖങ്ങൾ ഈ ലോകത്തെ കേറിപ്പിടിക്കും. പക്ഷേ കൃപയുള്ള ദൈവമക്കളുടെ അകത്ത് ഒരാവേശമുണ്ട്. ഇത് വേഗം തീരും, ഞങ്ങൾ പറന്നു പോകും. പ്രത്യാശയുള്ളവർ ആ കരമൊന്ന് ഉയർത്തിക്കൊണ്ട് ഇത് ഹല്ലേലൂയ. ഒന്നാമത്തെ പരീക്ഷ കല്ലിനോട് അപ്പമാകാൻ പറ. യേശു പറഞ്ഞു ആമേൻ, ദൈവത്തെ ആമേൻ ഞങ്ങൾ സേവിക്കുന്നത് വയറ് നിറയ്ക്കാനല്ല, ഞങ്ങളുടെ വിഷയം നിത്യതയാണ്, വചനമാണ്. ഹല്ലേലൂയ. രണ്ടാമത്തെ പരീക്ഷ എന്നോട് കൂടെ ഉണ്ടോ എല്ലാവരും? ദേവാലയ ഗോപുരത്തിന്റെ മേളിക്കെട്ടി ചുരിഞ്ഞ് താഴോട്ട് ചാട്. യേശു പറഞ്ഞു ദൈവത്തെ പരീക്ഷിക്കാൻ പാടില്ല. അതിന്റെ മലയാളം പറയാ, പിടിക്കുമോ എന്നറിയാൻ ചാടി നോക്കുന്ന പണി ഞങ്ങൾക്കില്ല. മരിക്കുന്നത് വരെ കഴിക്കാനുള്ള അരി സ്നാനക്കുളത്തിന്റെ കരയ്ക്ക് വെച്ചിട്ടല്ല നമ്മളാരും സ്നാനക്കുളത്തിൽ ഇറങ്ങിയത്. നടത്താൻ ദൈവം വിശ്വസ്തനാണെന്നുള്ള ഉറപ്പുകൊണ്ടാണ്. ജീവിക്കാനുള്ളതെല്ലാം വാരിക്കെട്ടി വെച്ചിട്ടല്ല നമ്മളാരും കർത്താവിന്റെ പുറകെ ഇറങ്ങിയത്. ആകാശവും ഭൂമിയും മാറിയാലും കർത്താവ് മാറുകയെന്നുള്ള ധൈര്യം. ഹല്ലേലൂയ. ദൈവത്തെ പരീക്ഷിക്കരുത്. മൂന്നാമത്തത് 5 ഭൂഖണ്ഡത്തിന്റെ ആധാരം തരാം, എനിക്കൊരു ആരാധന തരാമോ? സാത്താൻ ചോദിച്ചത്. എല്ലാവരും എന്നെ കേൾക്കണേ പ്ലീസ്. ചിലർ കണ്ണടച്ചിരിക്കുന്ന കാണുന്നുണ്ട്. അവര് സെൻട്രൽ കൺവെൻഷന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെയാണോ നാളത്തെയാണോ എന്ന് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. ഹല്ലേലൂയ. പറ്റുമെങ്കിൽ നിങ്ങൾ കണ്ണൂർന്നിരിക്കണം. ഈ യോഗത്തിനൊന്നും കണ്ണൂർന്നിരിക്കാൻ അഭിഷേകത്തിനൊന്നും ആവശ്യമില്ല. പന്തലിനും കസേരയ്ക്കും വാടക ഉണ്ടെന്ന് മാത്രം ഓർത്താൽ മതി കണ്ണൂർന്നിരിക്കാം. ഹല്ലേലൂയ. അതുകൊണ്ട് കഴിയുന്നിടത്തോളം എന്നോട് കൂടെ 5 ഭൂഖണ്ഡത്തിന്റെ ആധാരം തരാം, എനിക്കൊരു ആരാധന തരാവോ? സാത്താൻ ചോദിച്ചതാ. അപ്പൊ സാത്താന് മനസ്സിലായി, നിങ്ങൾ കേട്ടില്ല, സാത്താന് മനസ്സിലായി ഒരാരാധനയ്ക്ക് 5 ഭൂഖണ്ഡത്തെക്കാൾ വിലയുണ്ടെന്ന്.
നിങ്ങൾ കേട്ടില്ല. പക്ഷേ 46 വെള്ള ചുടിദാർ 57 വെള്ള ഷർട്ടുള്ള നമുക്ക് ഇതുവരെ അത് പിടികിട്ടിയിട്ടില്ല. ഒന്നുകൂടെ ഞാൻ പറയാം, 5 ഭൂഖണ്ഡത്തിന്റെ ആധാരത്തെക്കാൾ വിലയുണ്ട് ഒരൊറ്റ ആരാധനയ്ക്ക്. അത് സാത്താന് മനസ്സിലായി. അതുകൊണ്ട് ദൈവമക്കളോട് ഞാൻ ഉറപ്പിച്ചൊരു കാര്യം പറയാം, ആരാധന ഒരു പാഴുജോലി അല്ല. ഒരു വാക്കൂടെ പറയാം, കാഹളം ഭരിച്ച് നമ്മളെങ്ങാനും നിത്യത ചെന്നാൽ അവിടെ പ്രസംഗം ഉണ്ടെന്ന് പേടിക്കണ്ട. അവിടെ പോയന്റും ഇല്ല, ഉപപോയന്റും ഇല്ല. അവിടെ ആരാധന മാത്രം. ഇവിടെ ആരാധിക്കാത്ത ഒരവനും. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട് പോട്ടെ. 5 ഭൂഖണ്ഡത്തിന്റെ ആധാരം തരാം, എനിക്കൊരു ആരാധന. യേശു പറഞ്ഞു, ദൈവത്തെ മാത്രമേ ആരാധിക്കാൻ പറ്റുള്ളൂ. സാത്താന്യ പരീക്ഷണ പർവ്വതങ്ങളുടെ മുനയൊടിച്ച് ഏതാണ്ട് 37 അത്ഭുതങ്ങൾ യേശു ചെയ്തു. പച്ചവെള്ളത്തെ വീഞ്ഞാക്കി, ഒന്നാമത്തെ അടയാളം. 3 മരിച്ചവരെ ഉയർപ്പിക്കുന്നു. യായിറോസിന്റെ മകളെ വീട്ടിലും വിധവയുടെ മകന് റോട്ടിലും ലാസറിനെ കല്ലറയ്ക്കകത്തുന്നു. എന്റെ പ്രിയപ്പെട്ട നാടിനോട് ഞാനൊരു ദൂത് പറയാം. അമ്മ വീട്ടിൽ നഷ്ടപ്പെട്ടാൽ വീട്ടിൽ വന്ന് തിരിച്ചു തരാനും, റോട്ടിൽ നഷ്ടപ്പെട്ടാൽ റോട്ടിൽ വന്ന് മടക്കി തരാനും, അല്ല കല്ലറയിൽ കൈവിട്ടു പോയാൽ അവിടെ വന്ന് അതിനെ തിരിച്ചു തരാനും കഴിവുള്ള ഒരാള് ഇന്ന് രാത്രി പന്തലിനകത്തൂടെ നടക്കുന്നുണ്ട്. അവന്റെ പേര് യേശു എന്നാണ്. ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു. ഈ കൺവെൻഷൻ ഈ പറമ്പിൽ നടക്കുമ്പോൾ ഏതൊക്കെയോ വീടുകളെ യേശു ഇന്ന് രാത്രി തൊടുകയാ. ദൈവമക്കളും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ഈ യോഗം വെറുതെ നടക്കുന്നതല്ല, ഇത് ദൈവത്തിന്റെ സമയമാണ്. ഇത് കമ്മിറ്റിയുടെ തീരുമാനമല്ല. It's the time of God. Hallelujah. ഹല്ലേലൂയ. 3 മരിച്ചവരെ ഉയർപ്പിക്കുന്നു. 3 കുരുടന്മാർക്ക് കാഴ്ച. യേശു കണ്ട കുരുടനും യേശുവിനെ കണ്ട കുരുടനും കൊണ്ട് കാണിച്ച കുരുടനും. യേശുവിനെ കണ്ടവന്റെ ഇരുണ്ട ലോകം തെളിയുകയാ. ഓർക്കുന്നില്ലേ, നിലത്തു തുപ്പി ചേറുണ്ടാക്കി ചേറുവാരി കണ്ണിൽ അമ്മ പുരട്ടി ശിലോഹാങ്കുളത്തിന്റെ തണുത്ത വെള്ളം തട്ടി മുഖത്തൊഴിക്കുമ്പോൾ ഉരുട്ടി വെച്ച മണ്ണ് കണ്ണാകുന്നത് ലോകം കണ്ടതാ. ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, ആര് വിമർശിച്ചാലും യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. എത്ര പേരാ കരമുയർത്തി ആമേൻ പറയുന്നുണ്ട്? യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. 1-ാം നൂറ്റാണ്ടിലെ സഭ അത്ഭുതം കണ്ടതാണ്. അപ്പോസ്തല പ്രവൃത്തിയിലെ സഭ അത്ഭുതം കണ്ടതാണ്. വിമർശനങ്ങളെ പേടിച്ച് പ്രാർത്ഥിക്കാതിരിക്കരുത്. ഇന്ന് രാത്രിയിലും ഇവിടെ അത്ഭുതം ചെയ്യാൻ എന്റെ കർത്താവ് വിശ്വസ്തനാണ്. കള്ള നാണയങ്ങൾ ഉള്ളത് കൊണ്ട് നല്ല നാണയം ഇല്ലെന്ന് വരുന്നില്ല. യേശു രോഗികളെ സൗഖ്യമാക്കുന്ന ദൈവമാ. അതെ, ക്യാൻസറിന്റെ 4-ാം സ്റ്റേജ് കഴിഞ്ഞോ? ആശുപത്രി എഴുതി തള്ളിയോ? ലങ്സ് മുഴുവൻ കേടായി പോയോ? 2 കിഡ്നിയും ഫെയിലിയർ ആയി പോയോ? ആമേ തലച്ചോറിനകത്ത് ബാക്ടീരിയ കയറിയോ? ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ആമേ എന്റെ യേശു സൗഖ്യദായകനാണ്. മരണത്തിന്റെ അഴിമുഖങ്ങളിൽ നിന്ന് കർത്താവ് മടക്കി കൊണ്ടുവന്ന ആമേ 10,000-കണക്കിന് സാക്ഷികൾ ഇന്നും ഈ ലോകത്തിലുണ്ട്. വിശ്വസിക്കുന്നവർ യേശുവിന് ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വീടിൻ്റെ സാക്ഷി ഒരല്പം പറഞ്ഞ് മുൻപോട്ട് പോകാം. ഇന്നേക്ക് 40 വർഷത്തിന് മുമ്പ് ആമേ കുഞ്ഞുഞ്ചാനൊക്കെ എൻ്റെ സാക്ഷ്യം കാണാതെ പഠിച്ചിട്ടുണ്ടല്ലേ. ഇവരൊക്കെ ഒരു 580 പ്രാവശ്യം കേട്ടിട്ടുള്ളത്. എങ്കിലും ഞാൻ കഴിവതും പറയാതെ ഒഴിയുക. കാര്യം അത്ര നേരം കൂടെ വചനം പറയാലോ എന്ന് ഓർത്ത്. നേരം നമ്മുടെ ഡിസ്ട്രിക്ട് പാസ്റ്ററിന്റെ ചെവി പറഞ്ഞു പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീട്ടിലായി. ഹല്ലേലൂയ. ഇന്നേക്ക് 40 വർഷം മുൻപ് ഒരു ഗതികെട്ട രാത്രി എനിക്ക് ഓർമ്മയുണ്ട്. ഞാനൊരു സാധാരണ ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചയാളാണ്. ആമേൻ. വീടിന്റെ തിണ്ണയിൽ ആമേ, എൻ്റെ വീട് കുമരകത്താണ്. അതുകൊണ്ടാണ് എൻ്റെ പേരിന്റെ പുറകിൽ കുമരകം എന്നൊരു വാല് കിടക്കുന്നത്. വീടിന്റെ തിണ്ണയിൽ മുച്ചോട് കത്തിയ നിലവിളക്കിന്റെ ചോട്ടിൽ ആമേ ഞാനും എൻ്റെ വല്യപ്പനും കൂടെ സന്ധ്യാനാമ ജപത്തിന് വേണ്ടിയിരിക്കുന്ന ഒരു രാത്രി എൻ്റെ ഓർമ്മയിലുണ്ട്. അടുപ്പത്ത് കഞ്ഞി വെട്ടിത്തിളയ്ക്കുന്നുണ്ട്. വേഗം നാമം ചൊല്ലി തീർത്താൽ കഞ്ഞി കുടിക്കാം. രാത്രി 7:30. എൻ്റെ വീടൊരു കണ്ടത്തിന്റെ നടുക്കാണ്. ആമേൻ ആമേൻ. രാത്രി 7:30 ജോലി കഴിഞ്ഞ് എൻ്റെ അപ്പൻ വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. വീടിന്റെ മുറ്റത്ത്
വെച്ച് എൻ്റെ അപ്പനെ ഒരു അണലിപ്പാമ്പ് കൊത്തുകയാണ്. പാമ്പിന്റെ കടിയേറ്റ് എൻ്റെ അപ്പൻ ഒരു അലർച്ചയോടെ നിലംപൊത്തി. ആമേൻ. സന്ധ്യാസമയത്തുള്ള വിഷദംശനം മരണകാരണമാണെന്ന് പറഞ്ഞ് അന്ധവിശ്വാസങ്ങളുടെ കൂടായ എൻ്റെ വല്യപ്പൻ മുച്ചോട് കത്തി നിന്ന് നിലവിളക്കെടുത്ത് തൻ്റെ നെഞ്ചിലേക്ക് ആഞ്ഞിടിക്കുന്നത് എൻ്റെ കണ്ണിൻ്റെ റെറ്റിനയിൽ ഓർമ്മയുടെ ചിത്രമായി കിടപ്പുണ്ട്. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം നിലവിളക്കെടുത്ത് നെഞ്ചിനാഞ്ഞടിച്ചു. ഉച്ഛ്വാസം വേഗതയിലായി. വല്യപ്പൻ്റെ കൺമണി പുറകോട്ട് മലർന്നത് എനിക്ക് ഓർമ്മയുണ്ട്. കണ്ണിൻ്റെ വെള്ളക്കരു തെളിഞ്ഞു. വീടിൻ്റെ തിണ്ണയിൽ എൻ്റെ വല്യപ്പൻ അബോധമായി വീഴുകയാണ്. നിങ്ങൾ കണ്ടോ? ദുരന്തം. ഒരു രംഗബോധമില്ലാത്ത കോമാളിയാണ്. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് എൻ്റെ അപ്പൻ പാമ്പിന്റെ കടിയേറ്റ് മുറ്റത്ത് നിലവിളക്കെടുത്ത് നെഞ്ചിനടിച്ച് ബോധം മറഞ്ഞ് എൻ്റെ വല്യപ്പൻ വീടിന്റെ തിണ്ണയിൽ അടുപ്പത്ത് കഞ്ഞി വെട്ടിത്തിളയ്ക്കുകയാ. നാട്ടുകാരെ, അന്ന് രാത്രി ചോറ് വിളമ്പിയില്ല, അന്ന് രാത്രി കഞ്ഞി വിളമ്പിയില്ല, അന്ന് രാത്രി ആ കഞ്ഞി കുടിച്ചില്ല. ഞാൻ സാധാരണ പറയുന്ന ഒരു വാക്ക് ഈ നാടിനോട് പറയാ. വെച്ച കഞ്ഞി കുടിപ്പിക്കാത്ത ശാപം ചില വീടുകളുടെ അകത്തുണ്ട്. എന്നാൽ ഇന്ന് രാത്രി അതിനെ അഴിക്കാൻ കഴിവുള്ള ഒരാള് ഈ പന്തലിൽ ഇറങ്ങിയിട്ടുണ്ട്. അവന്റെ പേര് യേശു എന്നാ. ഹല്ലേലൂയ. ഒന്ന് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? ഇന്ന് രാത്രി പന്തൽ ഇരിക്കുന്നവർ ആമേൻ പറയണം. നിന്റെ വീട് ആ ദുരന്തത്തിന്റെ അഴിമുഖങ്ങൾ നീന്തിക്കയറിയത് കുടിച്ച പാലിന്റെയും കിടന്ന ഗർഭപാത്രത്തിന്റെയും മഹത്വമല്ല, യേശുവിന്റെ കരുണയാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ചേർന്ന് കർത്താവിന് ഒരു ആമേൻ പറഞ്ഞാട്ടെ. 2 പേരെയും അവിടുന്ന് പൊക്കി. നാട്ടുകാർ എൻ്റെ അപ്പനെ പാമ്പിന്റെ കടിയേറ്റ് എൻ്റെ അപ്പനെ കോട്ടയം കാരിത്താസിൽ അഡ്മിറ്റ് ചെയ്തു. ആമേൻ. എൻ്റെ വല്യപ്പനെ, അബോധമായി കിടക്കുന്ന വല്യപ്പനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു. പാമ്പിന്റെ കടിയേറ്റത് എൻ്റെ അപ്പനാണ്, പക്ഷെ ആദ്യം മരിച്ചത് എൻ്റെ വല്യപ്പനാണ്. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ICU യൂണിറ്റിലെ അരണ്ട തണുപ്പത്ത് ജീവന്റെയും മരണത്തിന്റെ ഇടയ്ക്കുള്ള സമരം 5ാം ദിവസം വല്യപ്പൻ അവസാനിപ്പിക്കുന്നു. കണ്ണ് തിരുമിയടച്ചു, താടി വട്ടം കെട്ടി, മൂക്കിനകത്ത് പഞ്ഞു തിരികെ, പട്ടിനകത്ത് പൊതിഞ്ഞ് കെട്ടിപ്പൊക്കിയ പന്തലിൽ ശരീരം വെച്ചു. ഞങ്ങളുടെ നാട് മുഴുവൻ ഇളകി. ഒരു നല്ല മനുഷ്യനായിരുന്നു. അനുശോചനങ്ങളുടെ പ്രവാഹം. പിന്നെ വീടിന്റെ തെക്ക് ഭാഗത്ത് പച്ചമാവിന്റെ വിറക് വെട്ടി പൂളി അടുക്കി ആ ശരീരം ചിതക്കി കൊടുക്കുകയാ. ആളിക്കത്തുന്ന വിറകിന്റെ അഗ്നി ആ ശരീരത്തെ കത്തിച്ച് കരിച്ച് ചാമ്പലാക്കി 6 പച്ചവട്ടിക്ക് കത്തിച്ച് ആരം കോരി വെള്ളത്തിലൊഴുക്കി അസ്ഥി കൊണ്ട് അടിമയും വെച്ച് ബലിപ്പുര കെട്ടിയ ദിവസങ്ങൾ എന്റെ ഓർമ്മയിലുണ്ട്. പക്ഷേ വല്യപ്പന്റെ ചിതയുടെ ആ മണ്ണിന്റെ ചൂട് അവസാനിക്കുന്നതിന് മുമ്പ് കോട്ടയം കാരിത്താസ് ആശുപത്രിയിൽ 5 തവണ ശരീരത്തിലെ രക്തം മാറിയിട്ടും വിഷം മാറാത്തവനായി, ഇന്നർ ഓർഗൻസിന് കേടുവന്നവനായി, വീതി വെച്ച് വീർത്ത ശരീരവുമായി ആശുപത്രി എൻ്റെ അപ്പനെ കൈയൊഴിയുകയാ. ഇന്ന് രാത്രി നാട്ടുകാരെ, അഹങ്കാരം കൊണ്ട് അരമുറക്കി, അഹന്ത കൊണ്ട് ചുമ്മാട് കെട്ടി ദൈവത്തെ തോൽപ്പിക്കരുത്. എടാ, ദൈവം ഒരുത്തനെ തൊട്ടാൽ അവനെ നേരെയാക്കാൻ ദൈവത്തിനല്ലാതെ ലോകത്തിലെ വേറെ ഒരു ശക്തിക്കും ഞാൻ ഒരിക്കൽ കൂടെ പറയാം, ദൈവം ഒരുത്തനെ തൊട്ടാൽ അവനെ നേരെയാക്കാൻ ദൈവത്തിനല്ലാതെ. നന്നായിട്ട് കൈയൊന്ന് അടിച്ച് യേശുവിനെ ഒന്ന് സ്തുതിക്കാൻ. സ്നേഹിത, കൂടപ്പറമ്പ്, സഹോദര, ആമേൻ. ദൈവം ഒരുത്തനെ തൊട്ടാൽ. കോട്ടയം കാരിത്താസ് ആശുപത്രി എൻ്റെ അപ്പനെ കൈയൊഴിഞ്ഞു, വീട്ടിലേക്ക് കൊണ്ടുവന്നു. വീങ്ങി വീർത്ത ശരീരം, നാസാരന്ധ്രങ്ങൾ തുളച്ചു കയറുന്ന ദുർഗന്ധത്തിന് അടിമയായി, പഴുപ്പും ചലവൊഴുകുന്ന മുറിവുകൾ, എല്ലാവരാലും കൈവിടപ്പെട്ടു. അപ്പന് സഹോദരങ്ങൾ 3, അമ്മയ്ക്ക് സഹോദരങ്ങൾ 4. പക്ഷേ ഇവിടുത്തെ രക്തങ്ങളോ ഇവിടുത്തെ ബന്ധങ്ങളോ നിങ്ങൾ എന്നോടൊന്നും തോന്നല്ലേ, ഇതെല്ലാം പണം നടത്തുന്ന ഇന്ദ്രജാല പ്രകടനങ്ങളാണ്. ആർക്കാരോടാ സ്നേഹമുള്ളത്? ആർക്കാരോടാ കരുണയുള്ളത്? ഇവിടെ വീടില്ലാത്തവന്, സൗന്ദര്യമില്ലാത്തവന്, വിദ്യാഭ്യാസം ഇല്ലാത്തവന്, കാശില്ലാത്തവന് ചേട്ടനില്ല, അനിയനില്ല,
അമ്മാച്ചനില്ല, ഉപ്പാപ്പനില്ല, അളിയനില്ല, അനന്തരവനില്ല. ഇവിടുത്തെ എല്ലാ ബന്ധങ്ങളും പണം നടത്തുന്ന ഇന്ദ്രജാലങ്ങളാണ്. എന്നാൽ ഇന്ന് രാത്രി എനിക്ക് സധൈര്യം പറയാം, കറയില്ലാതെ സ്നേഹിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അത് യേശുവിന്റെ കാൽവറിയാ. അവയാ കൈയൊന്ന് ഉയർത്തി ഒരു ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും കൈവിട്ടു. രക്തബന്ധങ്ങളെല്ലാം കൈയൊഴിഞ്ഞു. 9 യൂണിറ്റ് അരി കൊണ്ട് 5 പേരടങ്ങുന്ന ഒരു കുടുംബം 1 മാസം ജീവിക്കേണ്ട ഒരു ഗതികേടിലേക്ക് എൻ്റെ വീട് മൂക്കിടിച്ചു വീണു. അവസാനം ജീവിക്കാൻ കഴിയാത്തവനുള്ള ഏറ്റവും നല്ല ഗോൾഡൻ മേഖല ആത്മഹത്യയാണ്. ലോകം കണ്ടുപിടിച്ചത് ജീവിക്കാൻ കഴിയാത്തവനുള്ള ഏറ്റവും വലിയ സാധ്യത ആത്മഹത്യയാണ്. എൻ്റെ അപ്പനും അമ്മയും കൂടെ 6 തവണയാണ് ആത്മഹത്യക്ക് ഒരുങ്ങിയത്. കുപ്പിച്ചിലിടിച്ച് പൊട്ടിച്ച് ചോറിന്റെ ഉരുളയിൽ വെച്ച് വിഴുങ്ങി മരിക്കാൻ, ഫ്യൂരിഡാൻ വിഷം കുടിക്കാൻ, കെട്ടിത്തൂങ്ങി കയറോടുകൂടെ കണ്ടിച്ച് നിലത്തിട്ടിട്ടുണ്ട്. എൻ്റെ 2 സഹോദരിമാരെ ഒക്കത്ത് വെച്ച് കെട്ടി വെള്ളത്തിൽ ചാടി മരിക്കാൻ എൻ്റെ അമ്മ ഇറങ്ങിപ്പോയ ഒരു നട്ടപ്പാതിര ഓർമ്മയുണ്ട്. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കുമല്ലേ? 6 ആത്മഹത്യകൾ വഴിമാറിയ വീടാ. എന്തിനാ ഞാൻ അലറി പ്രസംഗിക്കുന്നത്? എന്തിനാ ഞാൻ ചാടി പ്രസംഗിക്കുന്നത്? എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, പതുക്കെ പറയാൻ മേലെ. അവരോടൊക്കെ ഞാൻ പറഞ്ഞത് ഒരു ധാർഷ്ട്യത്തിന്റെ മറുപടിയാ, മനസ്സില്ലെന്നാണ്. അതിന്റെ കാരണം എൻ്റെ വീടിനകത്ത് ദൈവം ചെയ്തതോർത്താൽ ഞാൻ ഇത്ര ഒച്ച വെച്ചാ പോരാ. എൻ്റെ വീടിനകത്ത് ഞങ്ങൾ 5 പേര് നിർജീവ ശവങ്ങളായി വീടിന്റെ മുറ്റത്ത് പഴുത്ത് പുഴുത്ത് നാട്ടുകാരുടെ അപമാനത്തിന് പാത്രമായി പുഴുവരിച്ച് തീരേണ്ടിടത്ത് അതേ വീട്ടിൽ നിന്ന് 5 ഉപദേശിമാരുണ്ട്. യേശു ജീവിക്കുന്നു. ഇന്ന് രാത്രി എനിക്കറിയില്ല ഏതൊക്കെയോ കുടുംബങ്ങളുടെ ദുരന്തത്തെ നല്ലപോലെ കരമടിച്ചൊന്ന് ആരാധിച്ചേ. എനിക്കറിയില്ല നിങ്ങൾ ഏറ്റെടുത്താലും ഇല്ലെങ്കിലും ഈ പന്തൽ ഒരു ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഇന്ന് രാത്രി ചില കുടുംബങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം കരമൊന്ന് നല്ലതായിട്ട് തട്ടി. നിങ്ങളറിയാത്ത സൗഖ്യങ്ങൾ ഇന്ന് രാത്രി ദേശത്ത് നടക്കുകയാ. ഏതോ കരിമ്പട്ട് പുതച്ച ഏതോ ദുരാത്മാക്കൾ ഇന്ന് രാത്രി ദേശം വിട്ടോടുകയാ. ക്രൂശ് ദേശത്ത് ഉയരട്ടെ. ഹല്ലേലൂയ. 6 ആത്മഹത്യകൾ വഴിമാറി. 6 ആത്മഹത്യകൾ വഴിമാറി. ദുർഗന്ധം വമിക്കുന്ന ശരീരവുമായി വീട്ടിലിരിക്കുന്ന അപ്പന് ഗുളിക മേടിക്കാൻ പണമില്ലാതെയായി. അവസാനം വീട് പൊളിക്കാൻ തുടങ്ങി. ഞാനൊരു നാട്ടുഭാഷ ഉപയോഗിക്കാൻ ക്ഷമിക്കണം. ഉത്തരവും കഴുക്കോലും മോന്തായവും പൊളിച്ചു വിറ്റു. ഭിത്തിയിലിരുന്ന് വെട്ടുകല്ല് ഞങ്ങൾ പൊട്ടാതെ അടർത്തി വിറ്റു. അന്ന് തറപ്പാട്ടിലിടുന്നത് പൂഴിമണ്ണല്ല, ആറ്റുമണ്ണാണ്. സ്വർണത്തിന്റെ നിറമുള്ള ആറ്റുമണ്ണ് ഞങ്ങൾ കൊട്ടയ്ക്കകത്ത് കോരി വിറ്റു. അപ്പനൊരു മരുന്ന് വാങ്ങിക്കാൻ പണമില്ലാതെ അവസാനം വെള്ളശംഖുഷ്പത്തിന്റെ വേരിട്ട് പാലും കാച്ചി കൊടുത്ത് വീടിന്റെ 4 പലകമറ കുത്തിച്ചയച്ച് ചെതലരിച്ച് ഓലയടുക്കി ഗതികെട്ടൊരു പെരയ്ക്കകത്ത് ഞങ്ങൾ താമസിച്ച സമയം എനിക്ക് ഓർമ്മയുണ്ട്. വീടിന്റെ മുറ്റത്ത് മുളങ്കമ്പ് കൊണ്ടൊരു ഏറുമാടം കെട്ടി പുഴുത്ത കാലം കൊണ്ട് എൻ്റെ അപ്പൻ ആ ഏറുമാടത്തിൽ മരണത്തെ കാത്തിരിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. എന്നോട് കൂടെ ഉണ്ടോ ദൈവമക്കളെ? ഹല്ലേലൂയ. ഞാൻ എന്തോരം നിന്ന കേട്ടിട്ടുണ്ടെന്നറിയോ? എന്തോരം അപമാനം കേട്ടിട്ടുണ്ടെന്നറിയാമോ? എന്തോരം വേദന. എന്നിട്ടും ഞാൻ ഈ അലറിക്കൂവി പിന്നെ നടക്കുന്നെന്നറിയാമോ? എൻ്റെ പ്രസംഗം അവർക്ക് വേണ്ടിയല്ല. എൻ്റെ കുടുംബം പോലെ മുടിഞ്ഞു പോയ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ കാണും. ഞാൻ ശബ്ദമുയർത്തുന്നത് അവർക്ക് വേണ്ടിയാ. 1000കണക്കിന് സാക്ഷ്യങ്ങൾ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ഇന്ന് രാത്രി എനിക്കറിയില്ല ഏതൊക്കെയോ കുടുംബത്തിൽ ചെതൽപുറ്റ് പോലെ നിൽക്കുന്ന ശാപങ്ങൾ. ഓ ഗ്ലോറി ടു ഗോഡ്. ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ
ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ദൈവമക്കളൊന്ന് ആമേൻ ലജ്ജ കൂടാതെ ഒന്ന് കർത്താവിനെ സ്തുതിക്കാൻ. എനിക്കറിയില്ല, ഞാൻ ഈ പന്തൽ ഒരു വലിയ ദൈവമഹത്വം ആമേൻ അറഗതൻ ഐ ഫീൽ ദ പ്രസൻസ് ഓഫ് ഗാഡ്. ആമേൻ ഈ പന്തലിനകത്തൊരു ദൈവമഹത്വം ഇറങ്ങിയിട്ടുണ്ട്. ആമേൻ ഇത് സെന്ററിന്റെ ചരിത്രം തിരുത്തുന്ന കൺവെൻഷനായി മാറട്ടെ. ആമേൻ ഇതുവരെ കാണാത്ത ചില വീടുകൾ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി തൊടട്ടെ. ഈ ദേശത്ത് നിന്ന് മരണത്തിന്റെ ദൂതൻ യേശുവിന്റെ നാമത്തിൽ ശവപ്പെട്ടി വെക്കാൻ, ആദരാഞ്ജലി ഉയർത്താൻ, കരിങ്കൊടി വെക്കാൻ, ആക്സിഡന്റ് വരുത്താൻ ദേശത്ത് വ്യാപരിക്കുന്ന ദുരാത്മാവിന്റെ മേൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാരും കൈവിട്ട് വീടിന്റെ മുറ്റത്ത് എൻ്റെ അപ്പൻ മരണം കാത്തിരിക്കുമ്പോൾ അന്ന് 2 സുവിശേഷകന്മാർ ഞങ്ങളുടെ വീട്ടിൽ വന്നു. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? പ്ലീസ് എല്ലാവരും ഒന്ന് എന്നെ നോക്കി. 2 സുവിശേഷകന്മാർ. അന്ന് സഭകൾക്ക് ഔട്ട്റീച്ച് വർക്ക് ഉണ്ടായിരുന്നു, സുവിശേഷ പ്രവർത്തനം ഉണ്ടായിരുന്നു സഭകൾക്ക്. ഹല്ലേലൂയ. നിങ്ങൾ കേട്ടില്ലല്ലേ? ഒന്നുകൂടെ പറയട്ടെ, സുവിശേഷ പ്രവർത്തനം ഉണ്ടായിരുന്നു. ഓ വീടും വയലും തോട്ടവുമെല്ലാം നേടുവാനുള്ള സമയമിതല്ല. വീടും വയലും തോട്ടവുമെല്ലാം നേടുവാനുള്ള സമയമിതല്ല. കാടും മലയും ആവലോടോടി നേടുക നീ ആത്മാക്കളെ. ഓ തങ്ക നിണത്തിൻ വിലയല്ലയോ നീ, ചങ്കുപോൽ നിന്നെ സ്നേഹിച്ചതല്ലേ. തങ്കലേക ചിന്തയതാലേ പങ്കമെന്നെ മേവുക സുധയെ. രാവും പകലും ഗീതങ്ങൾ പാടി പവിത്ര ജീവിത ശോഭയെ നേടി. ശൂലമിയപ്പോ കാത്തിരിക്ക നീ കാന്തൻ വരുമേ. ഉണരു സിയോനി ശൂലമിയപ്പോ കാത്തിരിക്ക നീ കാന്തൻ വരുമേ. ഉണരു സിയോനെ. ഓ ഭരണകൂടങ്ങൾ തകരുവതെന്തേ, അരജവാഴ്ചയും നീങ്ങുവതെന്തേ. ഭരണകൂടങ്ങൾ തകരുവതെന്തേ, അരജവാഴ്ചയും നീങ്ങുവതെന്തേ. ഭരണമേശുത ഏറ്റിടുവാനാ ദുരിതമായത്. ഹോരാവും പകലും ഗീതങ്ങൾ പാടി പവിത്ര ജീവിത ശോഭയെ നേടി. ശൂലമിയപ്പോ കാത്തിരിക്ക നീ കാന്തൻ വരുമേ. ഹല്ലേലൂയ. ചേർന്ന കൈ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. മക്കൾ പ്രസവിക്കാത്ത സ്ത്രീക്ക് ഈ ലോകം മച്ചിയെന്നറിയാതെയെങ്കിലും പേര് വിളിക്കുന്നുണ്ടെങ്കിൽ, ആത്മാക്കൾ ജനിക്കാത്ത സഭയ്ക്ക് നിങ്ങൾ പേരിടണം. സെക്രട്ടറിയുടെ 2 കൊച്ചിനെയും ഖജാഞ്ചിയുടെ 1 കൊച്ചിനെയും പിടിച്ച് മുക്കിച്ച് ഓടുന്നതിനെ കുറിച്ചല്ല ഞാനീ പറഞ്ഞത്. ആത്മാക്കൾക്ക് വേണ്ടി അലയേണ്ട കാലഘട്ടമല്ലേ ഇത്. ഞാൻ പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വമായിട്ട് ക്ഷമിക്കണം. ആമേൻ. എനിക്ക് ആ ചോദ്യങ്ങൾ കഴിഞ്ഞ 29 വർഷമായിട്ട് ഞാൻ ചർച്ചിൻ്റെ പാസ്റ്ററാണ്. ഞാൻ ഇരിക്കുന്ന 7ാമത്തെ സഭയാണ്.
പക്ഷേ ഞാനിരുന്ന സഭകളെല്ലാം മറ്റുള്ളവർ ഉണ്ടാക്കിയ സഭയിൽ പോയല്ല. ഈ 7 സഭകളും പൈനിയർ വർക്കുകളായിരുന്നു. ഹല്ലേലൂയ. ആത്മാക്കളുടെ നീറ്റലും ഈ ദൈവത്തിൻ്റെ കരുണ കൊണ്ട് ഞാൻ ഒരു ദൈവദാസനെ തകർക്കുന്ന ഏറ്റവും വലിയ കാര്യം സ്വയം പുകഴ്ചയാണ്. വളരെ ഭയത്തോടെ ഞാനൊരു കാര്യം പറയാം. ഞാനൊരു കാർ എടുത്തിട്ട് ഏപ്രിൽ മാസമാണ് എടുത്തത്. കുഞ്ഞുവച്ചാൻ കേൾക്കുന്നുണ്ടോ? ഇപ്പോൾ 9 മാസമായി. 9 മാസം കൊണ്ട് 50,000 കിലോമീറ്റർ കഴിഞ്ഞു. അപ്പം കേരളത്തിൽ എന്തോരം വണ്ടി ഓടണമെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. ഈ ഓട്ടത്തിൻ്റെ ഇടയിലും ഞങ്ങളുടെ സഭയിൽ കൂടുന്ന ഓരോ ദൈവമക്കളുടെയും വീടുകളിൽ ഞാൻ ഓടിയെത്തും. കാര്യം ഇത് ലൈവല്ലേ, അവർ കേട്ടച്ച് നാളെ എന്നെ ചോദ്യം ചെയ്ത്. അതുകൊണ്ട് ഇപ്പോൾ ഈ നുണ പറയുന്നവർക്ക് പേടിയാ ലൈവിലൂടെ നുണ പറയാൻ. അല്ലേ, എൻ്റെ ദൈവമക്കൾ ഇത് കേൾക്കും. ഞങ്ങളുടെ ദൈവമക്കൾ സാധാരണ പരതും. എൻ്റെ പേരടിച്ച് ലൈവ് നോക്കും. എന്നിട്ട് ഞാൻ ചർച്ച ചെല്ലും പറയും ഇന്നടത്തുണ്ടായിരുന്നില്ലേ, ഞാൻ പറഞ്ഞുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഓരോ വീടുകളിൽ ഓടിച്ചെല്ലും. സുവിശേഷീകരണത്തിന് വേണ്ടി സഭ ഒരുമ്പെട്ടില്ലെങ്കിൽ ഞാൻ ദൈവമക്കളുടെ സഭകൾ പോകുന്ന ഒരു ദുരന്തത്തിലേക്കാണ്. നമ്മുടെ പിതാക്കന്മാർ ചോര നീരാക്കി അവരുടെ ദർശനങ്ങൾക്ക് വില പറയാൻ നിന്ന ദുരാത്മാക്കളുടെ മാറുകീറി ഉണ്ടാക്കിയതാ കേരളത്തിലെ ആത്മീക പ്രസ്ഥാനങ്ങൾ. വല്ലാത്ത വേദനകളുടെ സഭ പോയിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കാതെ, വീട് വെച്ച് കിടക്കാൻ ഇടയില്ലാതെ, നല്ല ആഹാരം കഴിക്കാൻ അനുവാദമില്ലാതെ നമ്മുടെ പിതാക്കന്മാർ അരയും തലയും മുറുക്കി ഉണ്ടാക്കി വെച്ചൊരു ആത്മീക പ്രസ്ഥാനമാണിത്. ദൈവത്തിന്റെ സഭ മറന്നു പോകരുത്. ഇതിനകത്ത് കട്ട മേടിക്കാനും സിമെന്റ് മേടിക്കാനും മെറ്റിലിറക്കാനും സെമിത്തേരിക്ക് പെയിന്റ് അടിക്കാനും മാത്രമല്ല സഭ. ഭൂമിയേക്കാൾ വിലയുള്ള ആത്മാവ് ചർച്ചിന്റെ ചുറ്റും കിടപ്പുണ്ട്. എന്നെ കേൾക്കുന്നവരൊരു പറയാമെങ്കിൽ പറ. ആത്മാക്കൾക്ക് വേണ്ടി ആലയാൻ സഭ പഠിക്കണം. കെട്ടിടം വലുതാകുന്നതല്ല സഭ വലുതാകുന്നത്. സഭ യൂണിവേഴ്സൽ ചർച്ച്, ആത്മാക്കളാണ് അതിന്റെ വലിപ്പം എന്ന് പറയുന്നത്. അക്കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് എന്നെ കർത്താവേ, ഈ പുതിയ വർഷത്തിലെങ്കിലും ഹല്ലേലൂയ. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ഈ പണ്ട് കാലത്തൊക്കെ ഇവർക്കറിയാം, നമ്മുടെ കൺവെൻഷനൊക്കെ തീരുമ്പോൾ ലാസ്റ്റ് പാടുന്ന പാട്ട് ലോകബന്ധം കൈയൊഴിയും അല്ലേ, ദ്വേഷിച്ച് നിന്നെ പുറന്തള്ളും, തകർന്ന നിന്റെ അന്തരാത്മ ഖേദം നീക്കാൻ കടന്നു വാ, യേശു വിളിക്കുന്നു. ഇപ്പൊ ആ പാട്ട് എന്തുകൊണ്ടാ പാടാത്തെന്നറിയാമോ? ഓട്ടർകോൾ കൊടുക്കണമെങ്കിൽ യേശുവിനെ കുറിച്ച് പറയണം. ഹല്ലേലൂയ. അടുത്ത വർഷം എനിക്ക് ഇരാട്ടുപേട്ട അല്ലെ സെൻട്രൽ കൺവെൻഷൻ കിട്ടണമെങ്കിൽ പന്തലിനകത്ത് ഒച്ച ഉണ്ടാകണം. പന്തലിനകത്ത് ഒച്ച ഉണ്ടായാൽ പുള്ളി കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഭയങ്കര വേളായിരുന്നു, മുള്ളിനെ പിടിച്ചേക്കാം. അടുത്ത പ്രോഗ്രാം. പക്ഷെ പുറത്ത് നിൽക്കുന്നവൻ രാത്രി പോയി ആത്മഹത്യ, അവന്റെ ചോര നമ്മളോട് ചോദിക്കും. പന്തലിലെ കസേര ഓടിക്കുന്നതോടെ ലിസ്റ്റൊന്നും നമ്മളോട് ചോദിക്കുകയില്ല. നിങ്ങൾക്ക് എന്നോട് ദേഷ്യം വരുന്ന പോലെ തോന്നുന്നല്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ വലിയ അങ്ങേറ്റത്തെ ആളായതുകൊണ്ടൊന്നുമല്ല. ഞാൻ നമ്മുടെ ദൗത്യത്തെ കുറിച്ചൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഓടി അങ്ങോട്ട് ചെന്ന മാങ്ങ പറിക്കുന്നതിലൊന്നും ആത്മാക്കളെ പറിച്ച് ഞാൻ ശിശു പിടിക്കുന്ന സ്ഥലം മണർകാടാ. റോട്ടി വെറുതെ കിടക്കുന്ന വെള്ളക്കായോട് പോലും സുവിശേഷം പറഞ്ഞാൽ ചർച്ച വരികയില്ലാത്ത സ്ഥലമാണ്. അവിടെയാണ് ഞാൻ ശിശു പിടിക്കുന്നത്. അതുകൊണ്ട് ആത്മഭാരം മതി, ബാക്കി കർത്താവ് നോക്കിക്കോളൂ. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? നിങ്ങൾ ആ കൈ ഒന്ന് ഉയർത്തിച്ച് പറ. ഈ സെന്ററിന്റെ കൊയ്ത്തിന്റെ വർഷമാണ് 2026. എൻ്റെ ദൈവമക്കളെ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൊയ്ത്തിന്റെ വർഷമാണ്. സഭയിലുള്ള ചിലർ തീരുമാനിക്കട്ടെ അതിനു വേണ്ടി പോട്ടെ. ഞാൻ ഈ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലോട്ട് എത്തപ്പെടുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം ഒരുതരം പെറ്റ് സ്കാൻ വിധേയമാക്കിയാൽ വളരെ ഗൗരവമുള്ള ചില കാര്യങ്ങൾ തൊട്ട് പറയാം. എല്ലാം വിശദീകരിക്കാൻ മുമ്പിൽ സമയമില്ല. 2-ാം അധ്യായം നിങ്ങൾ ശാന്തമായി വീട്ടിൽ പോയി വായിച്ചാൽ മതിയാകും. എൻ്റെ മാന്യരായ കേൾവിക്കാർ എന്നെ വളരെ ഗൗരവമായിട്ട് കേൾക്കാൻ അപേക്ഷിക്കുന്നു. 2-ാം അധ്യായത്തിൽ കേൾക്കണേ, ചില മിനിറ്റുകൾ മാത്രം മതി. കഫർനഹൂം എന്നൊരു പട്ടണം. 2, ജീവിതം തകർന്ന് വിസർജ്യങ്ങൾക്ക് നടുവിൽ സ്വപ്നങ്ങൾ മുക്കോണം മുടിഞ്ഞു പോയൊരു പാവം ചെറുപ്പക്കാരൻ.
പക്ഷപാതക്കാരനെന്ന് നമ്മൾ ഓമന പേരിട്ട് വിളിക്കുന്ന ആ പാവം സഹോദരൻ. മൂന്നാമത്തത്, ഈ തകർന്നവനെ ചുമക്കാൻ തയ്യാറായ 4 പേർ. ഓ, അതിനൊക്കെ ഒരു ആമേൻ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഈ തകർന്നവനെ, ആർക്കും വേണ്ടാത്തവനെ, പെറ്റ അമ്മയ്ക്ക് വേണ്ടാത്തവനെ, നാട്ടുകാർക്ക് വേണ്ടാത്തവനെ ചുമക്കാൻ തയ്യാറായ 4 പേർ. അടുത്തത്, ഒരുത്തൻ സൗഖ്യമാകുന്നെങ്കിൽ എൻ്റെ വീട് പൊളിക്കാനും ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞൊരു വീട്ടുടമസ്ഥൻ. അടുത്തത്, വീട്ടിൽ വരാൻ തയ്യാറായ യേശു. അടുത്തത്, വിമർശിക്കുന്ന ശാസ്ത്രി. അതൊക്കെ എല്ലായിടത്തും ഉള്ളതാണ്. വിമർശിക്കുന്ന ശാസ്ത്രി. എല്ലാം കൂടെ വിശദീകരിക്കാൻ സമയമില്ല. ആമേൻ. ആ സുവിശേഷത്തിന്റെ ദൂതന് വേണ്ട കണ്ടന്റുകൾ മാത്രം എനിക്ക് കിട്ടിയ കൃപയിൽ ഒന്ന് പൊക്കിയെടുത്തിട്ട് പ്രാർത്ഥിക്കാം. ഒന്ന്, കഫർനഹൂം എന്ന പട്ടണം. കഫർനഹൂമിനെ കുറിച്ച് 4 ദൂതുകൾ, 4 വാക്യങ്ങൾ എന്റെ കൈവശമുണ്ട്. 2 നിങ്ങളോട് പറയാം. ഒന്ന്, ഒരു ശതാധിപന്റെ ദാസന് ദീനമായി കിടന്നിട്ട് അദ്ദേഹം യേശുവിനെ കാണാൻ പോയി. അദ്ദേഹത്തിന്റെ നാട് ഏതാണ്? അദ്ദേഹത്തിന്റെ നാട് കഫർനഹൂമാണ്. ആമേൻ. ഈ മനുഷ്യൻ യേശുവിന്റെ അടുക്കൽ ചെന്നു. കേൾക്കണേ, യേശുവോട് പറഞ്ഞു, കർത്താവേ, എന്റെ ദാസൻ ദീനമായി കിടക്കുകയാണ്. മകനല്ല, അമ്മച്ചനല്ല, അളിയനല്ല, എന്റെ ദാസൻ. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കും പ്രിയരെ, എന്റെ ദാസൻ മേലാതെ കിടക്കുന്നു. ഇത് പറഞ്ഞപ്പോ നാട്ടുകാര് മൊത്തം ഇളകിച്ച് പറയുകയാ, അവൻ യോഗ്യൻ. ആര്? ശതാധിപൻ യോഗ്യൻ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അവൻ യോഗ്യൻ. ആര് പറഞ്ഞതാ? നാട്ടുകാർ പറഞ്ഞു. അത് നല്ല സാക്ഷ്യമാ. നാട്ടുകാര് ഒരാള് യോഗ്യൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യം തന്നെയാ. അവൻ യോഗ്യൻ. എന്നിട്ട് യോഗ്യതയുടെ മാനദണ്ഡം കേട്ടോ, അവൻ ഞങ്ങൾക്ക് ഒരു പള്ളി തീർപ്പിച്ചു തന്നിരിക്കുന്നു. അപ്പൊ ഇയാളുടെ യോഗ്യത എന്നാ? ഞങ്ങൾക്കൊരു പള്ളി. അയാള് പ്രാർത്ഥിക്കുമെന്ന് അവിടെ വാക്കിയില്ല, അയാള് യോഗത്തിന് പോകുമെന്ന് അവിടെ വാക്കിയില്ല. പള്ളി ഉണ്ടാക്കി തന്നു. ചില ആളുകളുടെ ചിന്ത, സഭാഹോള് വെക്കാൻ 13 സെന്റ് സ്ഥലം കൊടുത്താൽ ഇയാള് നേരെ സ്വർഗത്തിൽ കയറ്റുമെന്ന. എന്റെ പൊന്നു ചേട്ടാ, ആമേ, മടങ്ങി വന്നോ, മാനസാന്തരപ്പെട്ടു. 13 അല്ല, 13,000 ഏക്കർ കൊടുത്താലും സ്വർഗത്തിൽ കയറണേ, മാനസാന്തരപ്പെടണം. ആ ദൂതിന് മാറ്റമില്ല. ഹല്ലേലൂയ. പോട്ടെ, പള്ളി തീർപ്പിച്ചു തന്നിരിക്കുന്നു. അപ്പൊ ഈ പറഞ്ഞ വാക്ക് നിങ്ങൾ കേട്ടോ, അവൻ യോഗ്യൻ. ഈ വാക്ക് കേട്ടപ്പോ യേശു അവനിട്ടൊന്ന് നോക്കി. കാര്യം എന്നറിയോ? യേശുവിനെ ആകെ അറിയാവുന്നൊരു യോഗ്യൻ യേശുവാ. കുഞ്ഞാടേ, നീ യോഗ്യൻ. എന്റെ കർത്താവിന് ആകെ അറിയാവുന്ന ഒരു യോഗ്യൻ കർത്താവാ. എന്നാ പിന്നെ ഞാനല്ലാത്ത യോഗ്യനെ ഒന്ന് കണ്ടുകളയാം എന്നോർത്ത് യേശു, നിങ്ങൾ പ്രാർത്ഥിച്ചോണ്ടിരിക്കോ, യേശു അയാളുടെ വീട്ടിലേക്ക് പോയി. വീടിന്റെ വാതിൽക്കൽ ചെന്നപ്പോ, നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? അയാൾ ഓടി വന്ന് യേശുവിന്റെ കാലെ കെട്ടിപ്പിടിച്ചിട്ട് പറയുകയാ, ആമേൻ, നീ എന്റെ പുരക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല. ആ കരമെന്നെടുത്തൊരു ഹല്ലേലൂയ പറയാമോ എന്ന് പറഞ്ഞാൽ, ആമേൻ, കഫർനഹൂമിന്റെ 1-ാമത്തെ ചിത്രം. നാട്ടുകാരുടെ മുമ്പിൽ യോഗ്യനാ, കർത്താവിന്റെ മുമ്പിൽ അയോഗ്യനാ. ആ കരമെന്ന് ഉയർത്തി ഒരു ആമേൻ പറഞ്ഞാട്ടെ. നാട്ടുകാരുടെ മുമ്പിൽ യോഗ്യനാ. എന്റെ പ്രിയപ്പെട്ടവന്, അയൽവക്കക്കാരെ കളിപ്പിക്കാം, നാട്ടുകാരെ കളിപ്പിക്കാം, ആമേ, അടുത്തൂടെ നടക്കുന്നവരെ കളിപ്പിക്കാം, ആരുടെ മുമ്പിൽ മറയ്ക്കാം. പക്ഷേ അഗ്നി പറക്കുന്ന കണ്ണുള്ള ഒരാളുണ്ട്, അതെന്റെ യേശുവാണ്. ലോകത്തിന്റെ യോഗ്യത അല്ല, കർത്താവിന്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത. ഹല്ലേലൂയ. 1-ാമത്തത് അതാണ്. 2-ാമത് വേറൊരു വാക്യമാണ്. നീയോ കഫർനഹൂമേ, നീ സ്വർഗത്തോളം ഉയർന്നിരുന്നാലും നീ പാതാളത്തോളം താഴ്ത്തപ്പെടും. അടുത്ത വാക്യം, അവർ മാനസാന്തരപ്പെടായികയാൽ അവൻ അവരെ ശാസിച്ചു തുടങ്ങി. നിന്നിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോരിലോ സീദോനിലോ ആയിരുന്നെങ്കിൽ അവരെ പണ്ടേ 8-ലും വേണ്ടി. അപ്പോൾ കഫർനഹൂമിന്റെ 1-ാമത്തെ ചിത്രം, നാട്ടുകാരുടെ മുമ്പിൽ യോഗ്യനും തമ്പുരാന്റെ മുമ്പിൽ അയോഗ്യനുമായ ഒരു ശതാധിപൻ. 2-ാമത്തെ ചിത്രം, ആമേ, സ്വർഗത്തോളം ഉയർന്നിട്ടുണ്ട്, പക്ഷെ ഇവർക്ക് മാനസാന്തരമില്ല.
ഇന്ന് രാത്രി നാട്ടുകാരെ, ആമേ, ഇവിടെ എന്തെല്ലാം നേടിയാലും മാനസാന്തരമില്ലാത്തത് അപകടമാണ്. എന്റെ ദൈവമക്കളൊന്ന് കൈ ഉയർത്തി സ്തോത്രം ചെയ്ത് മാനസാന്തരപ്പെടുക, മാനസാന്തരപ്പെടുക, മാനസാന്തരപ്പെടുക. അയ്യോ, നിങ്ങൾ മിണ്ടുന്നില്ല. മാനസാന്തരപ്പെടുക. ഇതൊക്കെ പെന്തിക്കോസിന്റെ പ്രസംഗവേദികളിൽ നിന്ന് പടിയടച്ച് പുറത്താക്കിയ പ്രസംഗങ്ങളാ. പക്ഷെ ഞാനിത് പ്രസംഗിക്കാൻ വേണ്ടി തന്നെയാണ് നിൽക്കുന്നത്. ഒരു വാക്ക് ഇടയ്ക്കൊടുന്ന് കയറ്റി പറയാം, നിങ്ങൾ എന്നോട് കൂടെ നിൽക്കണേ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ എടുക്കണ്ട കുനിയരുത്, കുനിഞ്ഞാ പിന്നെ നിവരിയല്ല, അതുകൊണ്ടാണ്. 3-ാം അധ്യായത്തിൽ നിക്കോദേമോസ് എന്ന് പറയുന്ന ഒരു പള്ളിപ്പുറമാണ് രാത്രിയിൽ യേശുവിന്റെ അടുത്ത് ചെന്നു. അപ്പൊ അന്നും അധികാര പ്രശ്നം ഒരു പ്രശ്നമാണ്. രാത്രി പോയി, പകല് പോയാൽ എന്താ, പകല് പോയി പ്രോബ്ലം ഉണ്ട്. രാത്രി പോയി, നിങ്ങൾ എന്നെ ശരിക്ക് കേൾക്കണം. രാത്രി യേശുവിന്റെ അടുക്ക ചെന്നേച്ച് നിക്കോദിമോസ് യേശുവിനോട് പറയുക, നീ പിതാവിന്റെ അടുക്കൽ നിന്ന് സ്ഥാനാപതിയായി വന്നിരിക്കുന്നു എന്നും പിതാവ് നിന്നോട് കൂടെ ഇല്ലെങ്കിൽ ഇക്കണ്ട അത്ഭുതങ്ങളൊന്നും നിനക്ക് ചെയ്യാൻ കഴിയത്തില്ലെന്നും ഞാൻ അറിയുന്നു. നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇയാൾ യേശുവിനെ തെള്ളി മറിക്കുക. എടാ മക്കളെ ഒന്ന് സഹായിക്കടാ, ഹല്ലേലൂയ, എടാ എന്നെ ഒന്ന് സ്നേഹത്തോടെ നോക്കടാ, ഹല്ലേലൂയ. തെള്ളി മറിക്കുക, അങ്ങ് വെറുതെ അങ്ങ് പുകഴ്ത്തുക, വെറുതെ അങ്ങ് ഉയ്യോ. അന്നേരം യേശു അവന്റെ കണ്ണി നോക്കി വെച്ച് പറഞ്ഞു, വീണ്ടും ജനിച്ചില്ല, ഞാൻ നിന്നെ അടിച്ചതിനകത്ത് കയറ്റിയില്ലെന്ന്. നിങ്ങള് നിക്കോദിമോസിന്റെ വാക്ക് യേശുവിന്റെ വാക്ക് തമ്മിൽ വ്യത്യാസം. നിക്കോദിമോസിന്റെ വാക്ക് കിഴക്കോട്ടും, യേശുവിന്റെ മറുപടി പടിഞ്ഞാട്ടും. ഞങ്ങളുടെ കുമരത്ത് ചെവിയേക്കാൻ മേലാത്ത 2 അപ്പച്ചന്മാരുണ്ട്. ഒരാൾ ചന്തയിലോട്ട് പോകുന്നു, ഒരാൾ ചന്തയിൽ നിന്ന് മീനും മേടിച്ചുകൊണ്ട് വരുന്നു. ചന്തയിലോട്ട് പോകുന്ന പുള്ളി ചന്തയിൽ നിന്ന് വരുന്ന പുള്ളിയോട് ചോദിക്കുന്നു, ചന്തയിൽ മത്തി മാത്രമേ ഉള്ളോ അതോ വേറെ വല്ലോ മീനുണ്ടോ? ചന്തയിൽ നിന്ന് വരുന്ന പുള്ളിയുടെ മറുപടി, തോണെ ഒരു വെള്ളം കൂടുതലായതുകൊണ്ടാണ് നെല്ലിന്റെ ഇല പഴുക്കുന്നത്, അതുകൊണ്ട് ഫാക്ടം ഫോഴ്സ് മേടിച്ചിട്ടാ മതിയെന്ന്. ഈ പുള്ളി പിന്നെയും ചോദിക്കുക, അയില ഉണ്ടോ അതോ തുണ്ടൻ മീൻ വല്ലതും ഉണ്ടോ ചന്തയിൽ, നല്ലതാണോ പച്ചയാണോ? മറുപടി, ഫാക്ടം ഫോഴ്സ് കിട്ടിയില്ലെങ്കിൽ നീറ്റുകക്ക മേടിച്ചിട്ടാ മതി, മണ്ണിന്റെ പുളിപ്പ് മാറിക്കോളും, പഴുപ്പും മാറിക്കോളും. 2 പേരും 15 മിനിറ്റ് വർത്താനം പറയുന്നു, സന്തോഷത്തോടെ അവർ പോകുന്ന കാര്യം അവർ കേൾക്കുന്നില്ലല്ലോ. കേൾക്കുന്നവനെ ഭ്രാന്ത് പിടിക്കുന്നത്. ഇതൊക്കുന്നില്ലേ രണ്ടും കൂടെ? ഇതുപോലെ നിക്കോദിമോസ് യേശുവും തമ്മിലുള്ള സംഭാഷണം 2 റേഞ്ചിലാ. നിക്കോദിമോസ് വെച്ച്, നീ പിതാവിന്റെ അടുക്കൽ നിന്ന് സ്ഥാനാപതിയായി വന്നിരിക്കുന്നുവെന്നും പിതാവ് നിന്നോട് കൂടെ ഇല്ലെങ്കിൽ ഇക്കണ്ട അത്ഭുതങ്ങളൊന്നും നിനക്ക് ചെയ്യാൻ കഴിയത്തില്ലെന്ന് ഞാൻ അറിയുന്നു. കർത്താവ് പറഞ്ഞു, അതവിടെ ഇരിക്കട്ടെ, നീ വീണ്ടും ജനിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ അടിച്ചതിനകത്ത് കയറ്റുകയെന്ന് പറഞ്ഞു. അയ്യോ, അത് എന്നെ മറുപടി ആയിപ്പോ താങ്ങാൻ മേലാത്തൊരു മറുപടി. ഞാനൊരു വാക്ക് എൻ്റെ ദൈവമക്കളോട്, എൻ്റെ സഹൃദയരോട് വളരെ കാലുപിടിച്ച് പറഞ്ഞല്ലോ പറയാം. ഈ നമ്മുടെ യേശുവിന്റെ പ്രത്യേകത ആൽഫ ഒമേഗ, ആദി അന്തം, തുടക്കം ഒടുക്കം. തലയിൽ മുടി കൊഴിയുന്നത് അറിയുന്നെന്ന്, ആമെ വിലയില്ലാത്ത 5ാമത്തെ കുരികിൽ നിലംപൊത്തിയാൽ അറിയുന്നെന്ന്, പാതാളത്തിൽ പോയി കിടക്ക വിരിച്ചാൽ അതറിയുന്നെന്ന്, അത്തിയുടെ മേളിരിക്കുന്ന സക്കായിയുടെ അഡ്രസ്സും താഴെ ഇരിക്കുന്ന നാഥനേലിന്റെ അഡ്രസ്സും അറിയാം. സ്തോത്രം പറഞ്ഞ് സ്തോത്ര കാഴ്ച മുക്കിയ അനന്യാസനെ കൈയോടെ പൊക്കിയവനായ എൻ്റെ കർത്താവ്. എന്തിനാ അധികം പറയുന്നത്? ഗലീലക്കടലിന്റെ അടിയിൽ കൂടെ ഊളിയിട്ട് പോകുന്ന മീൻ്റെ വായിലിരിക്കുന്ന ചതുർദ്രഹ്മ പണം കരയ്ക്ക് നിന്ന് എണ്ണാൻ കരുത്തുള്ളവനാ, തുടക്കത്തിൽ ഒടുക്കം അറിയുന്നവൻ. അങ്ങനെയാണെങ്കിൽ എൻ്റെ പൊന്നു ബിജു സമ്പാസ്റ്ററെ, നിക്കോദിമോസിന്റെ അച്ഛൻ്റെ കയ്യെ ഞാനൊന്ന് തൊട്ടോട്ടെ. നിക്കോദിമോസിന്റെ കയ്യിൽ യേശു ഇങ്ങനെ പിടിക്കുമ്പോൾ കുഴപ്പം എന്നറിയോ? ഇവന്റെ ജനനവും മരണവും കൂടെ ഒരു ഫിലിം പോലെ യേശുവിന്റെ മുമ്പിൽ കൂടെ പോകും. ഒരാളെ മുഴുവൻ സ്കാൻ ചെയ്യാൻ യേശുവിന് കഴിയും. ആ കൃപ നമുക്കാർക്കും കിട്ടാതിരിക്കട്ടെ. ഒരുമാതിരിപ്പെട്ട ഒരുത്തിനും കൈ കൊടുക്കാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. നിക്കോദിമോസിന്റെ കയ്യിൽ യേശു ഇങ്ങനെ പിടിക്കുമ്പോൾ യേശുവിന് കാണാം, പാസ്റ്ററെ നിങ്ങൾ ആഴത്തിൽ യേശുവിന് കാണാം, യേശുവിന്റെ ഡെഡ് ബോഡി ക്രൂശിൽ നിറക്കാനുള്ളവനാ ഇവൻ. നിങ്ങൾ കേട്ടില്ല?
18 മണിക്കൂർ കിരാതമായ യാതനയും വേദനയും സഹിച്ച് റോമൻ നാണയത്തൊട്ട് ചേർത്ത് വെച്ച് മുഖരോമങ്ങൾ വലിച്ചു പിഴുത് അറവശാലയിലെ കുറക് പോലെ രക്തം ഒഴുകി ഉണങ്ങി ചതുരവടിവുള്ള 3 ആണികളിൽ ഗാൽഗുഥായുടെ ഉച്ചനിറുകയിൽ തൂങ്ങിക്കിടക്കുന്ന 33.5 തിരുവയസ്സിൽ മാനവകുലത്തിനു വേണ്ടി കൂട് തകർത്ത് പ്രാണനെ പറപ്പിച്ചു പിതാവിന്റെ കയ്യിൽ കൊടുത്ത പൊന്നോമന കുമാരന്റെ ശരീരം ആണി ഊരി തോളലിടാനുള്ളവനാ ഇവൻ. അവനോടാ കർത്താവ് പറഞ്ഞത്, എടാ കൊച്ചേ, എന്റെ ബോഡി ചുമന്നാലിന്റെ രക്ഷയില്ല, സ്വർഗത്തിൽ കയറണേ, മാനസാന്തരപ്പെടണമെന്ന്. ആ കരമം ഉയർത്തി പിടിച്ച് ഇന്ന് രാത്രി, 1ാമത്തെ രാത്രി ഞാൻ തൊണ്ട പൊട്ടി ഉയർത്തുകയാ. മാനസാന്തരം അനിവാര്യമാ. ഞാന് പറയുമ്പോ നിങ്ങളോട് പൊറുക്കണം. ഈ നമ്മൾ പെന്തക്കോസ്ത് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാ ചോദിച്ചാൽ മാനസാന്തരമില്ലായ്മ. കാര്യം നമ്മുടെ ചിന്ത നമ്മൾ കുറെ നാള് പ്രാർത്ഥനയ്ക്ക് വന്നാൽ പിന്നെ സ്നാനപ്പെടാമെന്നാ. ഞാൻ കുറച്ച് നാൾ മുമ്പ് വേറെ ഒരു രാജ്യത്ത് നിന്ന് ഒരു കൊച്ചിനെ സ്നാനപ്പെടുത്താൻ കുളത്തിൽ നിൽക്കുമ്പോൾ ഞാൻ ആ കൊച്ചിനോട് ചോദിച്ചു, രക്ഷിക്കപ്പെട്ട ഡേറ്റ് ഓർക്കുന്നുണ്ടോന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ കുഞ്ഞിലെ തൊട്ട് ഇവിടെയാ വരുന്നെന്ന്. നിങ്ങൾ കേട്ടില്ല? ഇതൊക്കെ ആരോട് പറയാൻ? എന്റെ ചോദ്യം വേറെയാ, നീ രക്ഷിക്കപ്പെട്ട ഡേറ്റ് ഓർക്കുന്നുണ്ടോ? കൊച്ചിന്റെ മറുപടി, ഞാൻ കുഞ്ഞിലെ തൊട്ട് ഈ ചർച്ചിലാ. അതിന്റെ അർത്ഥം എന്നാണെന്നറിയോ? പെന്തിക്കോസിനകത്ത് വന്ന് കയറി തമ്പാറടിച്ചു കഴിഞ്ഞാൽ സ്നാനപ്പെടാനുള്ള യോഗ്യത എന്നുള്ള തെറ്റിദ്ധാരണയാ. പാസ്റ്റർ, എനിക്ക് 2 മക്കളുണ്ട്. എൻ്റെ ഇളയ കൊച്ച് 13 വയസ്സായപ്പോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുക മോൻ ആരൻ. അവനിപ്പോ 13 വയസ്സുണ്ട്. ഞാൻ ഒരു ദിവസം ചെന്ന് ആരനെ പിടിച്ചു നിർത്തി വെച്ച്, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചോണ്ടിരുന്നത്, അവനെ പിടിച്ചു നിർത്തി, എടാ നീ സുഭാഷ് കുമരകത്തിന്റെ മോനാ, നിനക്കറിയോ കഴിഞ്ഞ 10-30 വർഷമായിട്ട് ഞാൻ യേശുവിനെ പ്രസംഗിച്ച് നടക്കുക. നിങ്ങൾ ലോകം മുഴുവൻ പ്രസംഗിച്ചിട്ട് നിങ്ങളുടെ മകൻ എന്നാ 13 വയസ്സായിട്ട് സ്നാനപ്പെടാത്തെന്ന് മറ്റുള്ളവർ ചോദിച്ചാൽ എനിക്ക് അപമാനം, അതുകൊണ്ട് നീ സ്നാനപ്പെടണം കേട്ടോ. അപ്പൊ നാട്ടുകാരുടെ വായി തുണി തിരികാനുള്ള ശിശുവിനെയാണോ സ്നാനം? അപ്പനാകുന്ന എന്നോട് നാട്ടുകാർ ചോദിക്കാതിരിക്കാൻ വേണ്ടി എന്റെ കൊച്ചിനെ തള്ളി വെള്ളത്തിലിടുന്നതാണോടോ സ്നാനം? ഞാൻ കുറെ നാള് പാടാൻ പോയിട്ട് പ്രാർത്ഥിക്കാൻ പോയിട്ട് എന്റെ കൊച്ച് സ്നാനപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് അപമാനമെന്ന് പറഞ്ഞ് മാനസാന്തരപ്പെടാത്ത ഉണങ്ങിയ പാപിനെ എല്ലാം നനഞ്ഞ പാപിയാക്കുന്ന ശിശുവിനെയാണോ സ്നാനം? നോ, നോ. മാനസാന്തരം അനിവാര്യമാണ്. ബൈബിളിൽ ഏറ്റവും ഗൗരവമുള്ള ശുശ്രൂഷ മാനസാന്തരം ആവശ്യമാണ്. നീയോ കഫർനഹൂമേ, എനിക്കറിയാം ഇതൊക്കെ പ്രസംഗിച്ച ഓരോരുത്തരും കൈയടിക്കാൻ കാണുകയായിരുന്നു, പക്ഷേ ദൂതന്മാർ ഇതിന്റെ പുറത്തുനിന്ന് കൈയടിക്കുന്നുണ്ട്. ഹല്ലേലൂയ. കഫർനഹൂമേ, നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നീ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴും. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ മാനസാന്തരത്തിന്റെ ശക്തി ഈ പട്ടണത്തെ മൂടട്ടെ. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗം വിടുകയാ. ഇനി എനിക്ക് പ്രാർത്ഥിക്കാനുള്ള സമയമേ ഉള്ളൂ. കഫർനഹൂം എന്ന പട്ടണത്തിലെ ഒരു വീട്, ആ വീട്ടിൽ യേശു ചെല്ലുന്നു. ഒരു 10 മിനിറ്റ് കൂടെ എന്നെ സന്തോഷത്തോടെ കേൾക്കാൻ പറ്റുമോ? യേശു ചെല്ലുന്നു. യേശു അവിടെ ഉണ്ടെന്നുള്ള ശ്രുതിയായി. ആ വാക്ക് എന്നാ നല്ല വാക്കല്ലേ ശ്രുതി? നിങ്ങളുടെ വാക്കല്ലേ? നാട്ടുകാരുടെ വാക്കല്ലേ ശ്രുതി? അപ്പോൾ അതൊരു ഇമ്പകരമായ ശബ്ദമാണെന്ന് തോന്നുന്നല്ലേ? പശു റോഡ് ചെയ്ത് കയറുന്നതിന് ശ്രുതി എന്നൊന്നും ആരും പറയാറില്ലല്ലോ. ഹല്ലേലൂയ. ശ്രുതിയായി. അപ്പോൾ അത് നിങ്ങൾ വ്യാഖ്യാനിച്ചു, എന്നെ വിട്ടേര്. ശ്രുതിയായി. വാതിക്ക പോലും ഇടയില്ലാതെ ആളുകളെല്ലാം വന്ന് കയറുക. വാതിക്ക പോലും ഇടയില്ലാതെ ആളുകളെല്ലാം വന്ന് കയറുക. ആളുകളെല്ലോട് ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഒരു കൺവെൻഷൻ അല്ല, പല കൺവെൻഷൻ ചെന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച, കസേരയിലെല്ലാം ഇരിക്കേണ്ട ആളുകളുടെ പേരെഴുതി വെച്ചിരിക്കുക, കസേരയിലെല്ലാം ഒട്ടിച്ചു വെച്ചിരിക്കുക. അത് ഇത് ക്ഷമിക്കണേ, ഐ എം സോറി, ഇത് ഇന്നയാള് അതന്നെയാള് ഒരു കസേരയിലല്ല. അപ്പം ഞാൻ അവിടുത്തെ പാസ് പിടിച്ചത് തന്നെ സ്റ്റിക്കർ അന്നേരം പറഞ്ഞു കസേര കയ്യാളുന്നവരുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ യോഗം തുടങ്ങിയാൽ എനിക്കൊരു കസേര കിട്ടുമെന്ന് ഓർത്ത് പായും ആളുകൾ. എനിക്ക് ഈ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിന് ഓർത്ത് സന്തോഷം വന്നു.
എല്ലാവരും ഓരോരുത്തരും വിളിച്ച് കയറ്റുമായിരുന്നു. പക്ഷെ പല സ്ഥലത്തും വിളിക്കുമൊന്നും വേണ്ട, തന്നെ ഇഞ്ഞു വരും. ഹല്ലേലൂയ. അത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആ നല്ല ഹൃദയം നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഇനി ഒന്നാം ദിവസം ആയതിനും മടിച്ചു എന്നാണോ എന്ന് അറിയത്തില്ല, ആർക്കറിയാം. എന്തെങ്കിലും ആയിക്കോട്ടെ. ആളുകൾ സീറ്റ് പിടിക്കാൻ ഓടുക. എൻ്റെ ബിജു സംഭാഷണ 4 പേര്, അവരാരാന്നൊന്നും എനിക്കറിയില്ല. അവരെൻ്റെ മനസ്സിൽ ഭയങ്കര സ്ഥാനമുള്ള 4 പേരാ. 4 പേര് കൈ കോർത്തിച്ച് പറഞ്ഞു, വാടാ കസേര പിടിക്കാൻ പോകുന്നല്ല, പറഞ്ഞു വാടാ നമുക്ക് ആ തകർന്നവനെ എടുക്കാൻ പോകാം. ഓ എനിക്കറിയില്ല, തുള്ളിച്ചടം തോന്നുക. ആമേ. ചിലർക്ക് വേണ്ടി അലയാൻ തയ്യാറുള്ള 4 പേര്. ഒരു സെന്ററിൽ ഉണർവ് കൊണ്ടുവരണമെങ്കിൽ വിശ്വസിക്കുന്ന ചിലര് കൈകോർക്കണം. ഇവിടെ പ്രാദേശിക സഭകളിൽ വിശ്വസിക്കുന്ന ചിലർ എഴുന്നേക്കാൻ പോകുക. ഇതൊരു പ്രവചന ദൂതാണ്. ചിലര് സഭയ്ക്കകത്ത് കയ്യൊന്ന് അടിച്ച് അഭിഷേകമുള്ള പദവി വേണ്ട, സെക്രട്ടറി ആകണ്ട, ട്രസ്റ്റി ആകണ്ട, ഖജാൻജി ആകണ്ട, കസേരയ്ക്ക് വേണ്ടി കടിപിടി കൂടുന്നില്ല. അവർക്ക് വേണ്ടത് ഇരിപ്പിടമല്ല, അവർക്ക് വേണ്ടത് ആത്മാക്കളെയാ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടത് ആത്മാക്കളെയാ. ആ കരമുയർത്തി പിശാചി കേൾക്കെ പറ, ഞങ്ങൾക്ക് വേണ്ടത് കസേരയല്ല, ഞങ്ങൾക്ക് വേണ്ടത് ആത്മാക്കളെയാ, തകർന്നവരെയാ, ഉടഞ്ഞവരെയാ. ഹല്ലേലൂയ. 4 പേര് ചെന്ന് നല്ല സ്ഥലത്തല്ല, വിസർജ്യങ്ങൾക്കിടയിൽ നാറിക്കിടന്ന ഒരുത്തൻ, മലമൂത്രങ്ങളുടെ നടുവിൽ മൂക്കുപൊത്താതെ കയറാൻ കഴിയാത്ത ദുരന്തത്തിന്റെ കരിങ്കൊടി നിൽക്കുന്ന ഒരു മുറിക്കത്തോട്ട് 4 പേർ ചെന്നിട്ട് ആ വീട്ടുകാരോട് ചോദിക്കുക, ഇവനെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോട്ടെ. എന്റെ പാസ്റ്ററെ, ഈ തകർന്നവനെ പ്രാർത്ഥനയ്ക്ക് വിളിച്ച നാട്ടുകാർക്ക് പ്രശ്നമില്ലെന്നേ. ഈ ഒരു കുഴപ്പമില്ലാത്തവനെ വിളിക്കുമ്പോഴായി പ്രശ്നം. ഇവനെ എവിടെയെങ്കിലും കൊണ്ടുപോകാം. അവിടെ വീട്ടുകാരുടെ പ്രതീക്ഷ തകർന്നു. എനിക്ക് 4 പേരെ ഇഷ്ടമാ. വൈദ്യൻ കൈയൊഴിഞ്ഞു, രക്തബന്ധങ്ങൾ കൈയൊഴിഞ്ഞു, പക്ഷേ വിശ്വാസമുള്ള 4 പേര് അവനെ കൈയേക്കുകയാ. അവനെ അവിടുന്ന് പൊക്കി. ഞാൻ നിർത്തുക. എനിക്ക് കറക്റ്റ് യേശുവിന്റെ ക്രൂശ വരാതെ യോഗം നിർത്താൻ പറ്റുകയില്ല. ഞാൻ അങ്ങോട്ട് തത്രപ്പെട്ട് ഓടുക. 4 പേരൂടെ അവനെ പൊക്കി. അവൻ എന്നാ വരുമാനം? അവൻ ഓസ്ട്രേലിയ ആണോ, സിംഗപ്പൂരാണോ, UK ആണോ, ദിനാറ്, പൗണ്ട്, ഡോളർ, ദിർഹം, ഇവനൊരു ഒന്നുമില്ല, കാശില്ല. സ്വന്തം തുണി പോലും എടുത്തൊടുക്കാൻ കരുത്തില്ലാത്ത വിസർജ്യങ്ങൾ കിടക്കുന്ന മാറുന്നൊരു മാംസപിണ്ഡം പൊക്കിയെടുത്തു. വിശ്വാസമുള്ളവരവനെ പൊക്കിയെടുത്തിട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ ദൈവത്തോട് പറയുന്നു, ഒരുത്തനെ ഒരിടത്ത് നിന്ന് എടുത്താൽ മാത്രം പോരാ, അവനെ എവിടെ എത്തിക്കണമെന്നുള്ള ചിന്ത നിങ്ങളുടെ അകത്ത് വേണം. കാണുന്നിടത്തെല്ലാം വാരിയിടരുത്. വിടുവിക്കുന്നവൻ എവിടെ നിൽക്കുന്നു അവിടെ കൊണ്ടേ ഇടാവൂ. എത്ര പേര് കരമുയർത്തി ആമേൻ. അവനെ കൊണ്ട് യേശു ഇരുന്നിടത്ത് വന്നു. അവനെ കൊണ്ട് ചർച്ചിൽ പോയെന്നല്ല, എനിക്ക് ആ വാക്കങ്ങ് ഇഷ്ടപ്പെട്ടു. അവനെ കൊണ്ട് ഉണർവ് യോഗം നടക്കുന്നോ, ഞാൻ ആ വാക്ക് നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചത്. യേശു എവിടെയുണ്ടോ അവിടെ കൊണ്ടുപോകണം. നാളെ ഒരാളിനോട് പറഞ്ഞു, ഞങ്ങളുടെ ചർച്ചിനകത്ത് 16 AC വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. 16 AC, സ്പ്ലിറ്റ് AC 16 എണ്ണമേ. ന്യൂസിലൻഡ് പോലെയാ ചർച്ചിനകത്തിരിക്കുന്നത്. പക്ഷേ എഫേസോസിലെ സഭയുടെ കുറിച്ച് പരിശുദ്ധം എഴുതുന്നറിയോ, അവിടെ സഭയിൽ കത്തുന്ന നിലവിളക്കും വിളക്കിന്റെ ഇടയിൽ കൂടെ നടക്കുന്ന ഒരു ദൈവവും. ഒരു സഭയുടെ ഏറ്റവും വലിയ യോഗ്യത കർത്താവിനകത്തോടെ നടക്കണം. ഓ, നിങ്ങൾ എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ഓ, നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. നിങ്ങൾ ഇരിക്കുന്ന സഭയുടെ യോഗ്യത കെട്ടിടമല്ല. ആമേ, ഇരിക്കുന്ന സഭയുടെ യോഗ്യത നല്ല വെള്ളയടിച്ച സെമിത്തേരി അല്ല. സഭയുടെ യോഗ്യത അഭിഷേകമുള്ള സഭയാണോ? യേശു ചലിക്കുന്ന സഭയാണോ?
ആ കൈയൊന്ന് അടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിക്കാമോ? ഇങ്ങനെ തൊണ്ട അലച്ചേച്ച് ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ. അച്ഛാ എനിക്ക് ഫിംഗർ തരാമോ? എൻ്റെ കൂടെ നിൽക്കാവോ? നേരം എൻ്റെ കൂടെ നിൽക്കാവോ? നേരം. ഓക്കെ, ഇനി ഒരു ചില മിനിറ്റുകൾ എനിക്കൊന്ന് കിട്ടിയാൽ മതിയാകും. ഈ 4 പേര് ചേർന്ന് ഇവനെയും ചുമന്നുകൊണ്ട് യേശു ഇരുന്ന വീടിൻ്റെ ചൂട്ടി വന്ന് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരു 5 മിനിറ്റ്. ദേവദാസന്മാരെ, അങ്കിളുമാരെ പ്ലീസ്, പ്ലീസ്. അമ്മച്ചിമാരെ, ആന്റിമാരെ പ്ലീസ്. യേശു ഇരുന്ന വീടിന്റെ പുറത്ത് ഇവരെത്തി. ഇവരുടെ തോളേൽ ഒരു തകർന്നവൻ കട്ടിലിൽ, അല്ലെങ്കിൽ ഇവരുടെ തോളിലിരിക്കുക തകർന്നവൻ. ഈ ചർച്ചിൽ ഈ സെൻട്രൽ നടക്കുമ്പോൾ ഞാൻ കണ്ടു അവിടെ താഴെ വരുമ്പോഴേ ആളുകളെ സ്വീകരിക്കുന്ന വിലപ്പെട്ട കർത്താവിൻ്റെ മക്കളെ ഓടിച്ചെന്ന് കൈ കൊടുത്തവർക്ക് ഇരിക്കാൻ കസേര കാണിക്കുന്നത് ഞാൻ കണ്ടു. ആദിത്യ മര്യാദ സഭയുടെ ഏറ്റവും കുറഞ്ഞ യോഗ്യതയാണ് മറ്റുള്ളവരെ ബഹുമാനിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. വേണേ വന്നിരുന്ന് അങ്ങനെയൊന്നും അല്ല. സുവിശേഷത്തിനൊരു നല്ല മുഖമുണ്ട്. ഒരു മേലാത്തവൻ നമ്മുടെ യോഗത്തിന് വന്നാൽ നമ്മുടെ ഇരിക്കുന്ന ആളുകൾ ചാടി എഴുന്നേറ്റ് അവന് കസേര കൊടുക്കും. ആ കാര്യത്തിലൊക്കെ നമ്മുടെ സഭകളൊക്കെ ഒത്തിരി മുമ്പന്തിയിലാണ്. അവന് കസേര കൊടുക്കും. പക്ഷേ ഒരു മേലാത്തവനെയും കൊണ്ട് ആ വീടിന്റെ വാതിക്കൽ ചെന്നിട്ട് ഒറ്റയൊരുത്തം മാറിക്കൊടുത്തില്ല. ഇവനെ അകത്ത് കയറ്റാൻ മേല, വാതിക്കൽ ഇടയില്ല, ആളുകളെല്ലാം കൂടെ നിൽക്കുക. എന്നാൽ ഈ ചുമന്നുകൊണ്ട് വന്നവരുടെ പ്രത്യേകത, തടസ്സങ്ങൾ കണ്ട് തിരിച്ചു പോകാനല്ല അവർ ഇവനെ എടുത്തത്. നിങ്ങൾ എന്നോട് കൂടെ ഇല്ലെന്ന് എനിക്ക് വൃത്തിയായിട്ട് മനസ്സിലായി. പ്രതിസന്ധി കാണുമ്പോൾ ഇവനെ വെച്ചേച്ചു പോകാനല്ല, അവരും മനസ്സിൽ തീരുമാനിച്ച് എന്ത് വന്നാലും ഇവനെ യേശുവിൻ്റെ മുമ്പിൽ എത്തിക്കാതെ ഞങ്ങൾ പോവുകയില്ല. എൻ്റെ ഭാഷ പറയും, സഭാസനോട് ക്ഷമിക്കണം. മുട്ടയിടാനുള്ള കോഴി പെരക്കൂറ്റ് നടക്കുന്ന പോലെ ഇവരെ പെരക്കൂറ്റ് നടക്കുക. ഇവനെ തോളെ വെച്ചോണ്ട്. കാരണം എന്നറിയോ, ഇവനെ കൊണ്ട് വീട്ടിലേക്ക് ചെന്നാൽ ഇവൻ്റെ അമ്മയുടെ മുഖം കാണണം, ഇവൻ്റെ അപ്പൻ്റെ മുഖം കാണണം, ഇവൻ്റെ മുഖം കാണണം, നാട്ടുകാരുടെ മുഖം കാണണം. എന്തു വന്നാലും ഇവനെ യേശുവിൻ്റെ അടുത്ത് എത്തിക്കണം. ഇവരെ പെരക്കൂറ്റ് നടക്കുക. എന്നാ ചെയ്യണം? അവിടെ വെച്ചൊരു തീരുമാനം എടുക്കുക. ഈ വീടിൻ്റെ മേൽക്കൂര പൊളിക്കാം, ഈ വീടിൻ്റെ മേൽത്തട്ട് പൊളിക്കാം. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? എന്തിന്? ഹലോ, പെരയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? ലേവ്യ പുസ്തകം പഠിക്കണം. യഹൂദന് ദൈവം കൊടുത്ത പ്രമാണത്തിൽ ഒരുവന് പെര പൊളിക്കണമെങ്കിൽ ചുമ്മാ പഞ്ചായത്തിൽ പോയി അനുമതി മേടിച്ച് പെര പൊളിക്കാൻ പറ്റില്ല. യഹൂദന്റെ സിസ്റ്റം അനുസരിച്ച് പെര പൊളിക്കണമെങ്കിൽ പെരയുടെ വീടിന്റെ ഭിത്തിയിൽ വടു ഉണ്ടാകണം. വടു ഉണ്ടായാ പോരാ, വീട്ടുടമസ്ഥൻ പുരോഹിതനോട് പറയണം, എന്റെ വീടിന്റെ ഭിത്തിയിൽ വടു. പുരോഹിതൻ വരണം. പുരോഹിതൻ വരുന്നത് നമ്മുടെ വലിയ മന്ത്രി വരുന്നതിനേക്കാൾ തിരക്കുള്ള കാര്യമാ. പുരോഹിതൻ വരണം. വന്നിട്ട് ആ ഭിത്തിയിലെ വടു ചുരണ്ടണം. എന്നെ കേൾക്കുന്നുണ്ടോ? ചുരണ്ടിയിട്ട് ആ പുരോഹിതൻ ഇങ്ങനെ ആ കുമ്മായപ്പൊടിയിൽ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയിട്ട് പുരോഹിതൻ ഒരു ഡിക്ലെയർ നടത്തും, ഇത് വീടിനുണ്ടാകുന്ന കുഷ്ഠം. അങ്ങനെ ഡിക്ലെയർ ചെയ്താൽ ആ വീട്ടിൽ പിന്നെ താമസിക്കാൻ പാടില്ല, ആളുകളെ പുറത്തിറക്കണം. നമ്മുടെയൊക്കെ സിസ്റ്റം അനുസരിച്ച് പെരതല വീഴുമ്പോഴാണ് പുറത്തിറങ്ങണമെന്ന് നമ്മൾ ആലോചിക്കുന്നത്. അങ്ങനെയല്ല. പുരോഹിതൻ ആ വടു ചുരണ്ടി കുഷ്ഠം, ആളുകളെല്ലാം പുറത്തിറങ്ങണം. അന്നേരം തന്നെ ആ വീട് പൊളിക്കണം. നിങ്ങൾ ആ ഭാഗം വായിച്ച സത്യത്തിൽ സങ്കടം വരും. ആ വീടിന്റെ കുമ്മായവും ആ വീടിന്റെ കല്ലും ആ വീടിന് ഉപയോഗിച്ചതെല്ലാം അവിടുന്ന് പൊളിച്ച് വീടിന്റെ തെക്ക് ഭാഗത്ത് 3 പൊട്ടക്കിണർ മൂടാൻ പറ്റുകയില്ല. യഹൂദന്റെ സിസ്റ്റം അനുസരിച്ച് കുഷ്ഠം പിടിച്ച വീടിന്റെ ഭിത്തിയും മണ്ണും കല്ലും പട്ടണത്തിന്റെ പുറത്തുകൊണ്ട് ചുടണം, തീക്കത്തിട്ട് കത്തണം. അങ്ങനെ യഹൂദന്റെ വീട് പൊളിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ദൈവയുടെ ഒരു വീട് പൊളിയുന്നു. ഞാൻ ആ വീടിനോട് ചോദിക്കുന്നു, കുഷ്ഠമുണ്ടോ? വീട് പറഞ്ഞില്ല.
ഞാൻ ആ വീടിനോട് ചോദിക്കുന്നു, നീ കുഷ്ഠരോഗിയാണോ വീടേ? നിങ്ങൾ എന്നെ കേൾക്കാവോ? 5 മിനിറ്റോടെ പ്ലീസ്. വീട് പറഞ്ഞോ. ഞാൻ ആ വീടിനോട് ചോദിക്കുന്നു, നീ പൊളിയപ്പെടാൻ പോവാണോ? വീട് പറഞ്ഞു, ഞാൻ പൊളിയപ്പെടാൻ പോവാ. നിനക്ക് വേദനിക്കില്ലേ? എനിക്ക് വേദനിക്കും. നിനക്ക് കുഷ്ഠമുണ്ടോ? വീട് പറഞ്ഞു, ഇല്ലെന്ന് ഞാൻ പല ആവർത്തി പറഞ്ഞില്ലേ, കുഷ്ഠമില്ല. പിന്നെന്തിനാ നീ പൊളിയുന്നത്? നീ ഇപ്പൊ പൊളിക്കപ്പെടുന്ന ഒരു കുഷ്ഠരോഗിയെ പോലെയല്ലേ, കുഷ്ഠം പിടിച്ച വീട് പോലെയല്ലേ നീ പൊളിക്കപ്പെടുന്നത്. നരം വീട് എന്നോട് തിരിച്ചു പറഞ്ഞു, സുഭാഷേ, ഞാൻ എനിക്ക് കുഷ്ഠം ഉണ്ടായിട്ട് പൊളിയുകയല്ല, ഒരു കുഷ്ഠം ഇല്ലാതിരുന്നിട്ടും കുഷ്ഠം വന്ന വീട് പോലെ ഞാൻ പൊളിയുന്നത് മറ്റൊരുത്തന് വേണ്ടിയാണ്. ഈ വാക്ക് ഞാൻ ക്രൂശിനോട് ചേർത്ത് വെക്കുക. യേശു പറഞ്ഞ വാക്കോർക്കണം, എൻ്റെ മന്ദിരം പൊളിക്കുക, എൻ്റെ മന്ദിരം പൊളിക്കുക. എന്ത് കണ്ടിട്ടാണോ പൊളിക്കാൻ ചെല്ലുന്നത്? യേശു പാപിയാണോ? യേശു പാപിയാണോ? യേശു പാപം ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ കണ്ടോ ഭൂമധ്യ ഭാഗത്തിട്ടൊരു വീട് തല്ലി പൊളിക്കുന്നത്? ഒരുമിച്ച് എഴുന്നേറ്റ് പ്ലീസ് സ്റ്റാൻഡ് ടു ഒരുമിച്ച് എഴുന്നേറ്റ്. ആരും പോലെ ഒരു മിനിറ്റ്. എനിക്ക് നീണ്ട സർവീസ് ഇല്ല, ഇനി ചില മിനിറ്റ് മാത്രം മതി. നിങ്ങൾ കണ്ടോ ഒരു വീട് പൊളിയുന്നത്? കണ്ടോ 80 കുതിരയുടെ ചാട്ടവാരെടുത്ത് 8ആയിട്ട് പിന്നി ഈയക്കട്ടി വെല്ലിന്റെ കഷ്ണം മുൾക്കൊളുത്തുമായി മൂളിപ്പറക്കുന്ന ചാട്ടം കൊണ്ട് അവനെ അടിക്കുകയാണ്. കണ്ണുകളെല്ലാം അടച്ചു പിടിച്ച് മുഖത്തെ രോമങ്ങൾ വലിച്ചു പറിക്കുകയാ. അവന്റെ കുറുനാ കുണങ്ങി നാവണ്ണാക്കോട് പറ്റി അവന്റെ അസ്ഥികളുടെ ബന്ധം വിടുകയാ. കണ്ടോ ക്രൂശിൽ ഒരാൾ തകർക്കും. ഇന്ന് രാത്രി സ്നേഹിത, യേശു ക്രൂശിൽ തകർന്ന് അവന്റെ പാപത്തിന് വേണ്ടി അല്ല. ഈ രാറ്റുപേട്ട ദേശമേ, സ്നേഹിത, മദ്യപാനിയെ, ദൈവത്തെ മറക്കുന്നവരെ, അവൻ പൊളിഞ്ഞത് അവന് വേണ്ടിയല്ല, അവൻ തകർക്കപ്പെട്ടത് നിന്റെ പാപത്തിന് വേണ്ടിയാ. ഇന്നുവരെ രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? സ്നാനപ്പെടാത്തവരുണ്ടോ? ഇന്ന് രാത്രി ഇതാണ് രക്ഷാ ദിവസം. എല്ലാ കണ്ണുകളും അടച്ചു പിടിച്ച ക്രൂശിലേക്കൊന്ന് നോക്കി. കണ്ടോ ചോര ഒഴുകുന്നു? കണ്ടോ? ഓ അപ്പാ എന്ന് വിളിക്കുവാൻ യോഗ്യനല്ല ഞാനൊരിക്കലും. പാപം എന്നിൽ പെരുകി അന്യനായി നിന്മാർഗേ നിന്ന്. കണ്ണുകളെല്ലാം അടച്ചു പിടിച്ചു. അപ്പാ എന്ന് വിളിക്കുവാൻ യോഗ്യനല്ല ഞാനൊരിക്കലും. പാപം എന്നിൽ പെരുകി അന്യനായി നിന്മാർഗേ നിന്ന്. എന്നിട്ടും സ്നേഹിച്ചു നീ, എന്നിട്ടും മാനിച്ചു നീ. ഉമ്മത നടച്ചു നീ, നന്മകൾ വർഷിപ്പിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചെറുപടം ആരാധിക്കും ഞാനിൽ നിന്നു, പാടിടും ഞാൻ നിന്നൽ മകളെ. ഓ പാടിടും ഞാൻ നിന്നൻ മകളെ. എന്റെ യൗവനക്കാര, എന്റെ യൗവനക്കാരി, എന്റെ പ്രിയ സ്നേഹിത, നാളെ നിനക്കുള്ളതല്ല. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി തകർന്ന ആ യേശുവിന്റെ ശരീരം ഇരുട്ടത്തോ വെട്ടത്തോ സിറ്റ് ഔട്ടിലോ ടെറസിലോ
പോസ്റ്റേ ചാരി നിന്നോ, റോട്ടിലോ എവിടെയെങ്കിലും നിന്നോ, യേശുവേ ഞാനൊരു പാപിയാണെന്ന് പറയാൻ, ഞാനൊരു തകർന്നവനാണെന്ന് പറയാൻ, എന്റെ രക്ഷകനായ എന്റെ ഉള്ളിലേക്ക് വരണമെന്നൊരൊറ്റ വാക്ക് പറയാൻ. പിതാവേ, ഞാൻ ഈ കേൾവിക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എനിക്ക് തന്ന കൃപയിൽ നിന്നുകൊണ്ട് അങ്ങയുടെ ക്രൂശിനെ, അങ്ങയുടെ വചനത്തെ ഞാൻ ഉയർത്തിയിട്ടുണ്ടപ്പ. ഈ വചനത്തിന്റെ ഉത്തരവാദിത്വം അങ്ങയ്ക്ക് മാത്രം അപ്പ അവിടുന്ന് ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ തന്നെ.